ഇവിടെ ഭഗവാന്റെ വിഭൂതി പറയണം. 7 വിഭൂതി പറയുന്നുണ്ട്, ഇനി 9 വിഭൂതി പറയും, 10 വിശേഷമായിട്ടും പറയും. അല്പല്പം വ്യത്യാസമുണ്ട്. ഇവിടെ വളരെ സൂക്ഷ്മമായ വിഭൂതി മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഈ സർവമിതം പ്രോതം സൂത്രേ മണികണ്ണ ഇവ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. നൂലിൽ മണികൾ കോർത്ത പോലെ എന്ന് പറയുമ്പോൾ അതൊരു മാല എന്നുള്ള അർത്ഥത്തിലല്ല. മണിയുടെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നൂല് കാണൂ, അതാർത്ഥം. കാരണം ഈ മണികളൊക്കെ നിൽക്കുന്നത് നൂലിൻ്റെ ആശ്രയത്തിലാണ്. അതുപോലെ ഭഗവാനിലെ ആശ്രയത്തിലാണ് ഈ ലോകം മുഴുവൻ നിൽക്കുന്നതെന്ന് കാണിക്കാനാണ്. അല്ലാണ്ട് ചന്തം ഉള്ള ഒരു മണി എന്ന അർത്ഥത്തിലല്ല. ഉള്ളിലോട്ട് പോകുമ്പോഴേ ആ സൂത്രാത്മാവെന്നൊക്കെ പറയും, അത് കാണുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ട്. ഇനി 4 ശ്ലോകങ്ങളിൽ ആ വിഭൂതി പറയണം. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. അപ്സു എന്ന് പറഞ്ഞാൽ വെള്ളം. വെള്ളം ഉണ്ടെങ്കിലേ രസം അറിയാൻ സാധിക്കുള്ളൂ. എന്തിൻ്റെയും നാവ് വല്ലാണ്ട് വരണ്ടുണ്ടെങ്കിൽ സ്വാദം അറിയില്ല. അപ്പോൾ വെള്ളമില്ല. അപ്പോൾ വെള്ളം വേണം. അപ്പോൾ ഈ അപ്സു വെള്ളത്തിലെ ഞാൻ രസസ്വരൂപനാണ്. കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യയോ, ശശി ചന്ദ്രൻ സൂര്യനും അതിലെ അവരുടെ വിഭൂതി പ്രകാശമാണ്. ചന്ദ്രൻ്റെ പ്രകാശം സൂര്യന് കിട്ടിയതാണ്, എന്നാലും പ്രകാശമാണ് അവരുടേത്. പ്രണവ സർവവേദേഷു എല്ലാ വേദങ്ങളിലും ഉള്ളത് ആ ഭഗവാന്റെ വിഭൂതി. പ്രണവം എന്ന് പറഞ്ഞാൽ ഓങ്കാരമാണ്, പൂർണ്ണതയാണ്. വേഷു ശബ്ദഖേ ആകാശത്തിലെ ശബ്ദമാണ്. പൗരുഷം നൃഷു പുരുഷന്മാരിൽ അല്ലെങ്കിൽ മനുഷ്യരിലെ പൗരുഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈശ്വര സാക്ഷാത്കാരം സാധിക്കാനാണ് പൗരുഷം. അത് അവർ ഉള്ളിലുണ്ട്. പുണ്യോഗന്ധ പൃഥിവ്യാംച പൃഥിവി ഈ ഭൂമിയിലെ വിഭൂതി ഗന്ധമാണ്. എന്ത് തന്നെ നല്ല ഗന്ധമായാലും ശരി ദുർഗന്ധമായാലും ശരി ഭൂമിയിൽ ചെന്നാൽ അതൊക്കെ അതിൽ ലയിക്കും. ഉദാഹരണത്തിന് ഇപ്പം എന്തെങ്കിലും വളരെ ചീത്ത മലം കയ്യിലായി വരിക, നിങ്ങളെ സോപ്പ് ഇട്ട് തേച്ചാലും അത് മുഴുവൻ പോവില്ല, പിന്നീട് ലേശം നിൽക്കും. നേരെ മറിച്ച് ലേശം മണ്ണെടുത്തിട്ട് അങ്ങനെ തേച്ച് നോക്കൂ, പിന്നെ മണം ഉണ്ടാവുകയില്ല, മണമൊക്കെ വലിക്കും. ഇതുകൊണ്ടാണ് പണ്ട് പോകുമ്പോൾ ഈ മലശോധനയ്ക്ക് പോകുമ്പോൾ കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുപോകുന്നത്. വെറുതെ പറയല്ല, വളരെ ശാസ്ത്രീയമാണ്. അതുമാതിരി തന്നെ ചത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ മണം പോയില്ല. അപ്പോൾ ഒന്ന് കുഴിച്ചിട്ട് അതിൽ കുറച്ച് മണ്ണാട്ടാൽ പിന്നെ ലെവലേശില്ല. അപ്പോൾ ആ ഗന്ധത്തെ എല്ലാം സ്വീകരിക്കും ആര്? ഈ ഭൂമി നസം. ഇവിടെ വിനോബാജിയൻ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, മനുഷ്യൻ പരോപകാരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ഒരു വിശർപ്പുണ്ടാവുമല്ലോ, അതാണ് അത്. ആ പുണ്യമായ ഗന്ധമാണ് ഭഗവാനെ ആദ്യമായി പറയുന്നത്. ഒരു രസികത്വം പറയാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഒരു വിശർക്കലില്ലേ, അത് ഈശ്വരൻ്റെ ഒരു വിഭൂതിയാണ്. പുണ്യോഗന്ധ പ്രതിവ്യഞ്ച തേജശ്ചാസ്മി വിഭാവസു. അഗ്നിയിലെ തേജസ്സാണ്. ജീവനം സർവഭൂതേഷു ഭൂതങ്ങളിലെല്ലാം ജീവഭാവം ആണ്. തപശ്ചാസ്മി തപസ്സിഷു തപസ് ചെയ്യുന്നവരിൽ തപസ് എന്ന് പറയുന്നത് കാമത്യാഗമാണ്. തപസ്സെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തപസ്സിഷു ബീജം മം സർവഭൂതാനാം എല്ലാ ഭൂതങ്ങളും വെച്ചാൽ ഉണ്ടാവുന്നവ ഉണ്ടാവും. അത് അതിൻ്റെയൊക്കെ ബീജം. ഇപ്പോൾ മാവോ പലാവോ മരങ്ങൾ പലതും കൊണ്ട്. അത് മാത്രമല്ല മനുഷ്യനുണ്ടാവുള്ളൂ, മനുഷ്യൻ്റെയും ബീജം ഉണ്ടല്ലോ, ആ ശമൻ എന്ന് പറയും, ഇതെന്നാണല്ലോ കൊട്ടിയുണ്ടാവുന്നത്. അങ്ങനെ എല്ലാത്തിൻ്റെയും ബീജം ഞാനാണ്. സർവഭൂതേഷു വിദ്ധി പാർത്ഥ സനാതനം. സനാതനം വെച്ചാൽ ഏത് കാലത്തും ഉള്ളത്. ഈ ബീജത്തിന് അവസാനം വരില്ല. സനാതനം. ബുദ്ധിമതാം അസ്മി. നല്ല ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഭഗവാന്റെ ഒരു വിഭൂതിയാണ്. തേജസ്വിനാമഹം. തേജസ്സും ഭഗവാനാണ്. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജ്യം. ഒരു പ്രത്യേകത പറയുന്നത്, ബലം എന്ന് പറഞ്ഞാൽ ഈ മൃഗീയ ബലമല്ല, അത് ഭഗവാന്റെ അല്ല. ബലം കാമരാഗ വിവർജ്യം. കാമവും രാഗവും ഇല്ലാത്ത മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബലം ഉണ്ടാവണമല്ലോ. ആ ബലം ഈശ്വരൻ്റെ തന്നെ ഒരു വിഭൂതിയാണ്. അതുമാതിരി തന്നെ ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. കാമം
അത് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം. അതെന്താ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സംഭോഗ സുഖത്തിന് ആവരുത് കാമം. ഒരു സന്താനം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത് അത് മനുഷ്യൻ്റെ ഒരു കടമയാണ്. സാധാരണ മഹാന്മാർക്ക് വേണ്ട എങ്കിലും അത് തെറ്റില്ല. എങ്ങനെ ഈ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാണ് എന്ന് പറയും. ഇങ്ങനെ ഇവിടെ കുറച്ച് പ്രാവശ്യം ഈ കാര്യത്തിൽ ഭഗവാന്റെ വിഭൂതി എന്താ എന്ന് പറയണം. അപ്പോൾ തേജസ്, ഈ കാമം, ബലം ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ചൈവ സാത്വികാ ഭാവ രാജസ താമസാശ്ചേ മത്ത ഏവേതി താൻ വേദി നത്വഹം തേഷു തേ മയി. യാതൊന്ന് സാത്വിക ഭാവ, രാജസ, താമസ 3 തരത്തിലാണ് ഭാവങ്ങളുള്ളത്. തമസ്, രജസ്, സത്വം. അപ്പോൾ ഇത് 3ഉം ഭഗവാനിൽ തന്നെയാണ്. മത്ത ഏവേദി, തമസ് മോശമെന്ന് വിചാരിക്കരുത്, രജസ് മോശമെന്ന് വിചാരിക്കരുത്. സത്വം എങ്ങനെയാണെങ്കിൽ ഈശ്വരാത്മികമാണെങ്കിൽ ഇതൊക്കെ നന്ന്. കാരണം ഉദാഹരണം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ രജസ്സാണ്, അല്ല ഉണർന്നിരിക്കുമ്പോൾ സത്വമാണ്, സത്വഗുണ, അതൊരാവശ്യമാണ്. സ്വപ്നം കാണുന്നു നമ്മൾ, അപ്പോൾ രജസ്സാണ്. ഉറക്കമുണ്ട്, അപ്പോൾ തമോ ഗുണ. അപ്പോൾ ഉറക്കം ഒരു ആവശ്യമാണ്. സ്വപ്നം കാണുന്നതിലും നല്ല സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ തെറ്റൊന്നുമില്ല. അപ്പോൾ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് എല്ലായ്പ്പോഴും മോശമാവണമെന്നില്ല. അതിന് 3ൻ്റെ ആവശ്യമുണ്ട്, ഭഗവാന്റെയാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള അതിൽ പോകരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മത്ത ഏവേദി താൻ വേദി നത്വഹം. അവ എന്നിലാണ്, ഞാൻ അവയിലില്ല. ഇത് പല പ്രാവശ്യം വരും. ഇതെന്താ അതിൻ്റെ അർത്ഥം? അവ എന്നിലാണ്, ഞാൻ അവയിലില്ല. ഒരു ചെറിയ നാടൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു 100 രൂപയുടെ നോട്ടിന് എന്തു പറയാം, 5 രൂപയുടെ 20 നോട്ട് എന്നിലാണ് എന്ന് പറയാം. വിരോധമില്ലല്ലോ, കാരണം കഴിഞ്ഞല്ലോ. പക്ഷേ 5 രൂപയുടെ നോട്ടിൽ 100 രൂപയുടെ നോട്ടില്ല. അല്ലെങ്കിൽ പൂർണ്ണത്തിൽ എല്ലാമുണ്ട്, അപൂർണത്തിൽ പൂർണ്ണമില്ല. അപൂർണങ്ങളെല്ലാം തന്നെ. അല്ലെങ്കിൽ വേറൊരു ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ സാപേക്ഷമായ കാര്യങ്ങളെല്ലാം നിരപേക്ഷത്തിലാണ്. നിരപേക്ഷം എപ്പോഴും ഒരിക്കലും സാപേക്ഷത്തിലാവില്ല. അപ്പോൾ ഭഗവാനൊക്കെ പറഞ്ഞാൽ നിരപേക്ഷമാണ്, പൂർണ്ണമാണ്. മറ്റതൊക്കെ സാപേക്ഷമാണ്, ഇതിനെ ആസ്പദിച്ച. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗുണങ്ങളും ഭഗവാനിലാണെന്ന് പറഞ്ഞ വിരോധമില്ല. അവയിൽ ഭഗവാനുണ്ടെന്ന് പറയാൻ വയ്യ. കാരണം അതൊക്കെ ഭഗവാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. ജീവിതത്തിൽ തന്നെ നമുക്ക് ബോധമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. ബോധമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ബോധത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ബോധത്തിൻ്റെ സഹായമുണ്ടോ ജീവിതമുണ്ട്, ബോധമില്ല ജീവിതമില്ല. ജീവിതം ഉണ്ടായ വെറും ജീവിതം പറയണമെങ്കിൽ തന്നെ ബോധം ഉണ്ടെങ്കിലേ ആവുള്ളൂ. ഇതാണ് ഈ പറയുന്നതിൻ്റെ മുഖ്യ കാര്യം. ഇതാണ് മത്തസ് ഏവേദി താൻ വിധി ത്രിഭിർ ഗുണമയൈർ ഭാവൈ ഏഭി സർവമിതം ജഗൽ മോഹിതം നാഭിജാനാദി മാമേഭ്യ പരമവ്യയം. ത്രിഭിർ ഗുണമയർ ഭാവൈ, ഈ 3 ഗുണങ്ങളാകുന്ന ഭാവങ്ങൾ. ഭാവം വെച്ചാൽ ഉണ്ടാവുക എന്നർത്ഥമുണ്ട്. ഈ ലോകം മുഴുവനും സർവമിതം ജഗൽ നിറഞ്ഞു നിൽക്കണു. ഇവിടെ ത്രിഗുണങ്ങൾ എങ്ങനെ സമമായിട്ടായാൽ അപ്പോൾ അവ്യാകൃത പ്രകൃതി, അതിലെ വ്യത്യാസം വന്നാൽ സാധാരണ പ്രകൃതി ഉണ്ടല്ലോ. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, മറ്റൊന്ന് കൈനാറ്റിക് എനർജി. പക്ഷേ എന്ത് ചെയ്യുന്നു? മോഹിതം നാഭിജാനാദി മാമേഭ്യ പരമവ്യ, ഞാൻ ഇതെന്നെല്ലാം മേലെയാണ്, അവ്യയമാണ്, എനിക്ക് ഇത് ഗുണങ്ങളൊന്നും ഇല്ല, എന്നിലല്ല ഗുണങ്ങൾ, എന്നിലാണ് ഗുണങ്ങൾ, ഗുണങ്ങളിൽ ഞാനില്ല എന്ന് പറയാലോ. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. അതുകൊണ്ടാണ് ഗുണങ്ങളിൽ ഭഗവാൻ ഇല്ല പറഞ്ഞത്. ഭഗവാൻ പൂർണ്ണനാണ്. അപ്പോൾ പരിമിതത്തിൽ പൂർണ്ണത വയ്യ, അല്ലെങ്കിൽ സാപേക്ഷത്തിൽ നിരപേക്ഷം വയ്യ. അതാ ഈ പറയുന്ന അർത്ഥമുള്ളൂ. ഭഗവാൻ പൂർണ്ണനാവുകൊണ്ട് ഭഗവാനിൽ ഇവയുണ്ട്, ഭഗവാൻ അവയിലുണ്ടെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഇതറിയണില്ല ആര്? സാധാരണ മനുഷ്യൻ. മോഹിച്ചു പോകുന്നു. മോഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹത്തിനാണല്ലോ മോഹം എന്ന് പറയാം. കിട്ടാത്തൊരു സാധനം ഉണ്ടെന്ന് തോന്നുക, എന്നിട്ട് അത് കിട്ടണം എന്ന് വിചാരിക്കുക, അപ്പോഴേ മോഹമുള്ളൂ. നിങ്ങളാരാണ്? ഈശ്വരൻ്റെ തന്നെ അംശമാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് 15 7ാമത്തെ ശ്ലോകത്തിൽ വളരെ വൃത്തിയായിട്ട് ശരി പറഞ്ഞിട്ടുണ്ട്. ഈ ജീവൻ എൻ്റെ തന്നെ അംശമാണ്. അപ്പോൾ പൂർണ്ണമാണല്ലോ. അപ്പോൾ അതിനൊന്നിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ നമുക്കെന്ത് തോന്നുന്നു? മോഹിച്ചു പോകുന്നു. അതാണ് മായ എന്ന് പറഞ്ഞത്. അത് വരാൻ പോകുന്നുണ്ട്. ആ മായ വരുമ്പോഴാണ് എന്ത് ആര് എന്നിൽ നിന്ന് വിട്ട് യാതൊന്നുമില്ല എന്ന് മറ്റുള്ളവർ അറിയുന്നില്ല. ഇനി മായയെ പറ്റി പറയണം.
ദേവീ ഹ്യേഷ ഗുണമയീ മമ മായ ദുരത്യയ മാമേവയെ പ്രപദ്യന്തേ മായാമേതം തരന്തിതേ. ഈ മായ ദേവിയാണ്. ദേവി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശക്തി. ആസുരം എന്നുള്ളത് കൊടുക്കാത്തത്. സുരൻ കൊടുക്കുക, ആസുരൻ എന്ന് പറഞ്ഞാൽ കൊടുക്കാത്ത ആൾ. ഈ മായ ദേവിയാണ്. അതിനെ പരിഭ്രമിക്കുന്നില്ല. ഗുണമയി മമ്മ മായ, എൻ്റെ മായ. മായ എന്നുള്ളതിന് അർത്ഥം ഇല്ലാത്തതാണെന്ന് പലരും പറയും. അതല്ല, ഇല്ലാത്തതല്ല, അതല്ലാത്തത്. അതിന് ഉദാഹരണം പറഞ്ഞത് പിന്നെയും എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇത് ഉറയ്ക്കേണ്ട ആവശ്യമാണ്. പാമ്പ് എന്ന് നമ്മൾ കാണുന്നു, പക്ഷേ ആ കാണുന്നത് ഉള്ളതല്ല, കയറാണ്. അതുകൊണ്ട് ഇല്ലാത്തതാന്ന് പറഞ്ഞാൽ കാണുന്നുല്ലോ. അതുമാതിരി തന്നെ രാത്രി ഒരു ഈർക്കലേറ്റ് കൊളുത്തിയിട്ട് അതിന് ചുഴച്ചിയാൽ പലതരത്തിലുള്ള രൂപങ്ങൾ കാണും. ആ രൂപം കാണുമ്പോൾ തന്നെ അറിയാൻ നമുക്ക് ആ രൂപം ഇല്ല, ഒരു ഈർക്കല മാത്രമേ ഉള്ളൂ, ചലനം കൊണ്ടുണ്ടാവുകയാണ്. അപ്പോൾ ഈ ചലനത്തിൻ്റെ പേരാണ് മായ. വാസ്തവത്തിൽ ചലനം വെയ്യ പൂർണ്ണനായ ഈശ്വരൻ. അപ്പോൾ ഈ ആ മായ എന്ത് ചെയ്യാൻ സാധിക്കും? മായ കണ്ടാലും അതിൻ്റെ അടിസ്ഥാനം ഈശ്വരനാണ് എന്നറിഞ്ഞാൽ വിഷമില്ല. അത് സാധിക്കുമോ ചോദിച്ചാൽ ദുരത്യയ എന്ന് പറഞ്ഞത് കടക്കാൻ പ്രയാസമുള്ളത് എന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? കടക്കാൻ സാധിക്കുന്നതെന്ന് അല്ലേ? മായയെ ജയിക്കാൻ പറ്റില്ല പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പണിയും പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിച്ചിട്ട് കാര്യമില്ല. അല്ല, ശ്രമിച്ചാൽ സാധിക്കും. ഏതുപോലെ നിത്യ ഉദാഹരണത്തിന് ഇപ്പം നീന്താനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എല്ലാ ജീവികൾക്കുണ്ട്, മനുഷ്യനുണ്ട്. പക്ഷേ നമ്മളത് പ്രയോഗിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയാൽ മുങ്ങും. നമ്മളത് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ചാടിയാൽ ആനന്ദമാണ്. അവ സാധിക്കും. എന്തു വേണം? പ്രയോഗിക്കണം. ആ ദുരത്തെന്ന് വെച്ചാൽ പ്രയാസമുള്ളത്, പഠിക്കാൻ കുറച്ച് പ്രയാസം. അതിപ്പോൾ സൈക്കിൾ ചവിട്ടായാലും ശരി, ബസ് ഓടിക്കുകയാണെങ്കിലും ശരി, എന്തിനുമൊക്കെ എന്ത് വേണം? പരിചയമാണല്ലോ, പ്രാക്ടീസ് ഉണ്ടാവണല്ലേ. ആ പ്രാക്ടീസ് ഉണ്ടായാൽ പിന്നെ അല്ലാണ്ട് എന്നെ ആൾക്ക് എന്താണ് ഈ സൈക്കിൾ ഓടിക്കാൻ പാടുള്ളൂ, ഇന്ന മതക്കാർക്കേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആർക്കും ആവാം. ആ ശക്തിയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പാട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഈ വിഭൂതികളുണ്ടോ ആ വിഭൂതികളെല്ലാം എല്ലാവരിലും ഉണ്ട്. കുറച്ച് ആയിരിക്കും ചിലക്ക്. അത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം സാധിക്കും. അതായത് സമത്വമാണ് നമ്മുടെ ഈ ഹിന്ദുമതത്തിന്. അല്ലാണ്ട് ഒരു പ്രത്യേക വിശേഷ അവകാശം ഹിന്ദുമതം അംഗീകരിക്കുന്നില്ല. അത് ഭഗവാൻ വളരെ വ്യക്തമാണ്. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിരെ. പക്ഷേ എന്തു വരുന്നു? ചില കൂട്ടർ മാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയാ അപകൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. ഇവിടെ ആണ് ആസുരൻ്റെ ഒരു വാക്ക് ഇവിടെയും വരുന്നുണ്ട്. മാം ദുഷ്കൃതിനോ, ദുഷ്കർമ്മം ചെയ്യുന്നവർ. ദുഷ്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നതാണ് ദുഷ്കർമ്മം. ഉപകാരം ചെയ്യുന്നതൊക്കെ സൽക്കർമ്മമാണ്. മറ്റുള്ളവർക്ക് നന്നല്ലാത്തത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം നോക്കാം ദുഷ്കർമ്മമാണ്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാൾ നന്നാവാൻ വേണ്ടിയിട്ട് പാപവും പുണ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു പ്രവൃത്തിയല്ല. ചെയ്ത ശേഷം അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസത്തിൻ്റെ പേരാണ് പാപം. അതാണ് ദുഷ്കർമ്മം. നേരെ മറിച്ച് ചെയ്ത കാര്യം അത് നന്നായി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശിക്ഷിക്കുകയാണെങ്കിലും അത് പുണ്യകർമ്മമാണ്. വ്യാസൻ്റെ ഒരു ശ്ലോകമുണ്ട്. ഈ 18 പുരാണങ്ങളിലും കൂടിയിട്ട് പ്രധാനമായിട്ട് 2 കാര്യമേ ഉള്ളൂ. എന്താ അത്? പരോപകാര പുണ്യായ പാപായ പരപീഡനം. ഇത് മാത്രമാണ് വ്യാസൻ പറഞ്ഞതൊക്കെ കൂടിയിട്ട്. പരോപകാരം ചെയ്യുക, അതാണ് പുണ്യം. പാപായ പരപീഡനം, മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുക, അതാണ് പാപം. ആ വിഷമം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അർത്ഥത്തിലാവാൻ പാടില്ല. കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ അയാളെ ശിക്ഷിക്കുന്നത് ഹിതമാണ്, അല്ലാണ്ട് സുഖമല്ല. ആർക്ക് സർവഭൂത ഹിതേരഥ എന്ന ഭാഗവത ഗീതയൊക്കെ പറയാം. അല്ലാണ്ട് സർവഭൂത സുഖേരഥ എന്ന് പറഞ്ഞാൽ എന്നാൽ ബുദ്ധിമുട്ടും. കാരണം ഒരാൾക്ക് സുഖമല്ല ആയത് മറ്റൊരാൾക്ക് ദുഃഖവും. ഹിതം എല്ലാവർക്കും ഒന്നാണ്. കാരണം ആരോഗ്യം എന്നുള്ളത് എല്ലാവർക്കും ഹിതമാണ്. അതിനുള്ള ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും ഹിതമാണ്. അതിന് അല്ലാണ്ട് സ്വാദിന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് സർവഭൂത ഹിതാവില്ല, സർവഭൂത സുഖവും. അപ്പോൾ പലതരം രോഗവും വരും. അതുകൊണ്ട് അവരെ അസുരന്മാരാണ്. ആസുരം ഭാവമാശ്രിതം. അസുരൻ എന്ന് കൊടുക്കാത്തത്, ദാനം ചെയ്യാത്ത ആൾ, അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ഈ മായ കടക്കാൻ പ്രയാസമുള്ളൂ. മറ്റവർക്കൊന്നും പ്രയാസമില്ല അവന്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു 2-3 ശ്ലോകം വരുന്നു.
ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. അപ്പോൾ ഭഗവാൻ ഈ ഭക്തന്മാർ 2-3 തരത്തിലൊക്കെ ഉണ്ട്. ഒന്ന് അസുരന്മാർ, ഭജിക്കാനില്ല നല്ല കൂട്ടർ, അപ്പോൾ അതിനവർക്ക് ബുദ്ധിമുണ്ടാവും. ഇനി സകാമ ഭക്തന്മാരുണ്ട്, അതിനെ ഭഗവാൻ നിന്ദിക്കണില്ല, പക്ഷെ അതിനെ പുകഴ്ത്തുന്നില്ല. സകാമ ഭക്തൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് പൂർണ്ണത പോരാന്ന് തോന്നലുണ്ടാവുകൊണ്ടാണല്ലോ ഈ ആവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഈ ഭോഗ ഐശ്വര്യങ്ങളിലായിരിക്കും ആഗ്രഹം. അയാൾ അപ്പോൾ പണം ഉണ്ടാവാനായിട്ട് അയാൾ ലക്ഷ്മി ദേവിയെ പൂജിച്ചു എന്ന് വരും, വിദ്യ ഉണ്ടാവാനായിട്ട് സരസ്വതി ദേവി വരും, ശക്തി ഉണ്ടാവാനായിട്ട് കാളിയെ വയ്ക്കും, ദാമ്പത്യം ഉണ്ടാകാനായിട്ട് പാർവതി. ഇങ്ങനെ പല അമ്പലങ്ങളിലും പലതൊക്കെ കാണാൻ നിൽക്കും. അവിടെയൊക്കെ ആഗ്രഹമുണ്ട്, അത് സാധിക്കാനാ. അല്ലാണ്ട് ആഗ്രഹമില്ലാത്ത പൂർണ്ണത സാധിക്കണമെന്ന് അവർക്ക് അറിയണില്ല. അതായത് സകാമനുള്ള ബുദ്ധിമുട്ട്. സകാമന് എത്രയായാലും ഈ കാമത്തിന് അവസാനമില്ല. അപ്പോൾ എന്നും ഇതിനെ നേരെ ഉണ്ടാവുള്ളൂ. എത്ര കിട്ടിയാലും പോരാ എന്നല്ല, തൃപ്തി എന്നുള്ളത് ഒന്ന് കിട്ടലാണ് ഈ ജീവിതത്തിൽ ആവശ്യം. സകാമ ഭക്തന് ഒരിക്കലും തൃപ്തി എന്നുണ്ടാവില്ല. ഒന്ന് കിട്ടിയാൽ മറ്റത്. 10 കിട്ടുകിൽ 100 മതി എന്നും 100 സഹസ്രമതി എന്നും പൂന്താനം പറഞ്ഞ പോലെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പക്ഷേ ഭഗവാൻ അവരെ നിന്ദിക്കുന്നില്ല. കാരണം പാവങ്ങളാണ്, ദയാർഹരാണ് അവർ. കാരണം അവർക്ക് പൂർണ്ണത മനസ്സിലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ചെയ്യണം. മെല്ലെ 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 അവർ അങ്ങോട്ട് വരും. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരു കൂട്ടരുണ്ട്, സുകൃതികളെ സുകൃതം ചെയ്ത ആളുകൾ എന്നെ ഭജിക്കണം. അവരെങ്ങനെയാണ്? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. അധികം 3 തരക്കാർ പറയാം. 4 അതിൽ 3 തരക്കാർ ഒരു പ്രത്യേക തരവും 4ാമത് വേറൊരാളും. ആ 3 ആളുകൾ അവരാണ് ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി. ഇവര് മുമ്പ് പറഞ്ഞുള്ള സകാമ ഭക്തന്മാരല്ല. പലരും അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വയ്യ. ഇവരെയൊക്കെ ആർത്തം എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ എന്നൊക്കെ അർത്ഥം എടുക്കുക, അർത്ഥാർത്ഥി വെച്ചാൽ സമ്പത്ത് ഉണ്ടാവണം വിചാരിക്കുന്നത് എന്നൊക്കെ. അങ്ങനെ അർത്ഥം വരില്ല. കാരണം അടുത്ത ഇതിൽ ഒന്ന് വരാൻ പോകുന്നുണ്ട്. അവരെ ഉദാര സർവ ഏവേതെന്ന് വരാൻ പോകണം അടുത്ത ശ്ലോകത്തിൽ. അവരൊക്കെ ഉദാരന്മാരാണ് എന്ന് പറയുന്നുണ്ട്. ഉദാരന്മാരെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വിശാല മനസ്ഥിതിയുള്ള ആളുകൾ. ഈ വിശാല മനസ്ഥിതിക്ക് വിപരീതമാണ് സങ്കുചിതം. വിശാല മനസ്ഥിതിയില്ലാത്ത ആളുകളാണല്ലോ ലോകത്തിലധികം സങ്കുചിതം. അതുകൊണ്ടാണ് ദുഃഖമൊക്കെ. ആ സങ്കുചിതം ഭഗവത്ഗീത ഈ സങ്കുചിതം എന്ന വാക്കിന് ഒരു പ്രത്യേക വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഒരു വരുന്നത് കാർപ്പണ്യം, കൃപണത എന്ന വാക്കാ. കൃപണത. അതുകൊണ്ടാണ് ഈ അർജുനന് ദോഷമുണ്ടായത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവാൽ. ഈ കാണുന്ന കൂട്ടരൊക്കെ എൻ്റെ ബന്ധുക്കളല്ലേ എന്ന തോന്നൽ വന്നു. അതാണ് കൃപണത. കൃപണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സങ്കുചിതം. എൻ്റെ ഈ ശരീരവും ഈ ശരീരത്തോട് ബന്ധപ്പെട്ടവരും ആണ് എൻ്റെയാണെന്ന് തോന്നുന്നത്. ആ കൃപണത ഉള്ളവരാണ് അവർ. വളരെ മോശം. അവർ കൈമന്മാരെ പറയാൻ വയ്യ. അവർ സകാമ ഭക്തന്മാരാണ്. കാരണം അവരുടെ ആൾക്കുണ്ടേ. ഇവർ പറഞ്ഞ ഈ 4ഉം അങ്ങനെയല്ല. ഇവരെ എന്ന് പറഞ്ഞു ഉദാര സർവ ഏവേദ. ഇവരെ എല്ലാവരും ഉദാരന്മാരാണ്, കൊടുക്കുന്നവരാണ്. അപ്പം എന്താ ഇവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കുറച്ചൊന്ന് വായിക്കാൻ ഞാൻ. നാം കാണുന്ന ചലനാത്മകമായ സാപേക്ഷമായ സംസാരത്തിന് നിശ്ചലമായ നിരപേക്ഷമായ ഒരു ആശയം അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടാവണം എന്നുപോലും അറിയാത്ത മനുഷ്യനാണ് ഈശ്വരഭക്തി ഇല്ലാത്തവർ. ഇവരെപ്പറ്റി ഗീത ഒന്നും പറയുന്നില്ല. എന്താ പറയാനുള്ളത്? കാരണം മൂഢന്മാരാണ്. അവരെപ്പറ്റി ഒന്നും പറയുന്നില്ല. ആസുരഭാവക്കാരാണ്. അത്തരക്കാർ 7-15 ശ്ലോകമാണ്. ഭോഗ ഐശ്വര്യങ്ങൾ സിദ്ധിക്കാനായി ഈശ്വരഭജനം ചെയ്യുന്നവരാണ് സകാമഭക്തന്മാർ. പണമുണ്ടാവാൻ ലക്ഷ്മി പൂജ, ദാമ്പത്യം ഉണ്ടാവാൻ ശ്രീപാർവതി പൂജ, ശത്രു സംഹാരത്തിന് കാളി പൂജ തുടങ്ങിയവ ഇവരെ ഗീത, ഈ സകാമഭക്തന്മാരെ ഗീത നിന്ദിക്കുന്നില്ല. കാരണം മനുഷ്യന് അങ്ങനെയൊക്കെ തോന്നും. ആദ്യം തെറ്റില്ല, നിന്ദിക്കുന്നില്ല. പാപങ്ങൾ ദയാർഹരൂപാണ് ഇത്തരക്കാർ. ക്രമത്തിൽ വികസിച്ച് പൂർണ്ണതയിൽ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയായ മതി അവർക്ക് ഉണ്ട്. അവസാനമായി നിഷ്കാമ ഭക്തന്മാരെ പറ്റി പറയുന്നു. അവരിലും ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി എന്ന 3 തരക്കാരുണ്ട്. ഇവർ
ഏകാംഗി ഭക്തന്മാരാണ്. പൂർണ്ണത വന്നിട്ടില്ല, പക്ഷെ ഒരു ഭാഗം അതിൻ്റെ എന്താ ഈ ഏകാംഗത എന്നുള്ളത് പറയുന്നത്. ഒരു പ്രത്യേക മാർഗത്തിലാണ് ഇവരുടെ ഈശ്വരഭജനം. ഇവരെ ഉദാരന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഉദാരൻ എന്നാൽ കൊടുക്കുന്നവർ, പിശുക്കന്മാരല്ല. ഉദാരൻ എന്നതിൻ്റെ വിപരീതം സങ്കുചിതം എന്നാണ്. ഗീത ഇതിന് കൃപണത എന്ന പദമാണ് ഉപയോഗിച്ചത്. തൻ്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ ഇവരോട് തോന്നുന്ന പ്രത്യേക ആസക്തി, ഈ കൃപണത ആണല്ലോ അർജുനനെ താളം തെറ്റിപ്പിച്ചത്. മേൽ പ്രസ്താവിച്ച 3 തരം ഭക്തന്മാരും ശ്രേഷ്ഠന്മാരാണ്. ഓരോരുത്തരെ പറയാം. ആർത്തൻ എന്നാൽ തൻ്റെ മനസ്സിലുള്ള അഹന്ത, മമത എന്നുള്ള ദുർഗുണങ്ങളൊക്കെ ഉള്ളോ അതെല്ലാം അകറ്റുവാൻ ശ്രമിക്കുന്ന ആളാണ് ആർത്തൻ. അതാ അദ്ദേഹത്തിൻ്റെ ദുഃഖം. എനിക്കിങ്ങനെ അഹംഭാവം വരുന്നുവല്ലോ, ആഗ്രഹങ്ങൾ വരുന്നുവല്ലോ, ആ ആർത്തന. ഇദ്ദേഹത്തെ നമുക്ക് എന്ത് വിളിക്കാം? സാധക ഭക്തൻ. സാധന ചെയ്യുന്ന ആൾ സാധക ഭക്തൻ എന്ന് പറയാം. ഇയാളെ സാധന ചെയ്യുന്നത് എന്തിന്? സ്വയം നന്നാവാൻ എന്ന് വിളിക്കണം. ഇതിന് വിരോധമില്ല. രണ്ടാമത്തെയാണ് ജിജ്ഞാസു. അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ജിജ്ഞാസ വെച്ചാൽ അറിയാൻ മോഹം. പ്രധാനമായിട്ടും 3 കാര്യമാണ് ഈ ലോകത്ത് അറിയേണ്ടു: ഈശ്വരൻ, ജീവൻ, ജഗത്ത്, ജീവേശ്വര ജഗത്ത്. ഇവ എന്താണ്, എന്താ അവരുടെ വല്ല ബന്ധം, ഇവ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം എന്നിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ അറിയണം. അങ്ങനെയുള്ള അയാളാണ് ജിജ്ഞാസു ഭക്തൻ, അറിയാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ വിഭാഗത്തിന് പറയുന്നത് അർത്ഥാർത്ഥി എന്നാണ് പറഞ്ഞത്. എന്താ ഈ അർത്ഥം എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പണം എന്നർത്ഥമുണ്ട്, വാക്കിന് അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥാർത്ഥി അതിന് ശരിക്കുള്ള അർത്ഥം ഹിതം എന്നാണ്. സർവഭൂത ഹിതേരത, എല്ലാവർക്കും ഹിതം സാധിക്കണം, എല്ലാവർക്കും സുഖമല്ല, ആ ആളാണ് ആര്? അർത്ഥാർത്ഥി. അപ്പം അദ്ദേഹത്തിനും സ്വന്തം ആവശ്യമില്ല, ലോകം മുഴുവൻ നന്നാവുക. ഇങ്ങനെ 3 പേരും ഉദാരന്മാരാണ്. ഇവർ 3 നിരക്കാരും സകാമഭക്തന്മാരല്ല എന്നത് കൊണ്ടാണ് ഗീത ഇവരെ ഉദാരന്മാർ എന്ന് പറഞ്ഞത്. ഇനി 3 തരത്തിനും ഭംഗിയായിട്ട് പറയുന്നു. ജിജ്ഞാസു ശോധകനും, ആർത്തൻ സാധകനും, അർത്ഥാർത്ഥി സേവകനുമാണ്. 3 പേരും ഉദാരന്മാരുമാണ്. പിന്നെയാണ് പറയുന്നത് അവസാനമായി ജ്ഞാനി ഭക്തനെ പറ്റി പറയുന്നു. ഭഗം അധ്യാത്മജ്ഞാനം വേണ്ടത്ര വികസിക്കാത്ത പലപ്പോഴും പല ആൾക്കാരും നമ്മൾ ഈ ഭാഗവത കഥയൊക്കെ വായിച്ചിട്ടേ അവർ ഭക്തിക്കൊരു പ്രാധാന്യം കൊടുക്കും, ജ്ഞാനം അത്ര വേണ്ടെന്ന് പറയും. അവർക്ക് ഈ ജ്ഞാനവും ഭക്തിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. ജ്ഞാനമില്ലാതെ ഭക്തി ഉണ്ടാവില്ല. ഭക്തി ജ്ഞാനം രണ്ടല്ല, ഒരു നാണയത്തിൻ്റെ 2 പുറം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു ഭക്തി മതി, ജ്ഞാനമൊന്നും വേണ്ട. കാരണം അവർക്ക് സ്വയം ജ്ഞാനമില്ല, അതുകൊണ്ട് അവരത് പറയുന്നത്. ഇത് ഒരു തരം ഭ്രമം മാത്രമാണെന്നുള്ളത് ഈ ശ്ലോകം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം എന്താ പറയുന്നത്? ഇവിടെ എനിക്ക് ഭഗവാൻ പറയുന്നു, എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടവൻ ജ്ഞാനി ഭക്തനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജ്ഞാനിയും ഭക്തനും രണ്ടല്ല, ഒന്നാണ്. നല്ല ഭക്തനാണെങ്കിൽ അദ്ദേഹം ജ്ഞാനിയായിരിക്കും, പരമജ്ഞാനിയാണെങ്കിൽ അദ്ദേഹം ഭക്തനായിരിക്കും. ഒരു നാണയത്തിൻ്റെ 2 ഭാഗം പോലെ. അപ്പോൾ പലപ്പോഴും ഈ വായനക്കാർ അല്ലെങ്കിൽ പ്രസംഗിക്കാരൊക്കെ ഇത്രയൊന്നും ആഴത്തിൽ പോവാത്തത് കൊണ്ട് ഭക്തിക്കൊരു പ്രാധാന്യം കൊടുക്കും. വേറെ ചിലർ ജ്ഞാനത്തിന് ശുഷ്ക വേദാന്തക്കാർ ഗീത ഇങ്ങനെ ഒന്നിനൊരു പ്രത്യേകത കൊടുക്കുന്നില്ല. കാരണം ഗീത പൂർണ്ണ ജീവിത ശാസ്ത്രമാണ്. അപ്പോൾ അതിലെല്ലാം ഒന്നിനെ ഏറ്റവും പ്രധാനം ആരാച്ചാൽ ജ്ഞാനി ഭക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഗീത വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി പറയുന്നവിടെ ഭക്ഷണം കഴിച്ചാൽ പോരാ, ദഹിച്ചു ചേരുകയും വേണം. ഇല്ലെങ്കിൽ ഉപകാരപ്രദമല്ല എന്നു മാത്രമല്ല ഉപദ്രവകരവും കൂടിയാണ്. ജ്ഞാനത്തിനും ഈ പ്രശ്നമുണ്ട്. ഉണ്ടായാൽ പോരാ, അത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കണം. ഇതില്ലെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അത് ഭക്തിയായാലും ശരി. ഈ ഭക്തി പറഞ്ഞാൽ പ്രേമാണ്, അത് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ പ്രയോഗിക്കണം. അപ്പോൾ എല്ലാ ചണ്ടാളിനെ കണ്ടാലും അല്ലെങ്കിൽ കഴുതെ കണ്ടാലും നമസ്കരിക്കണം എന്നൊക്കെ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോൾ ഭക്തി എന്ന് പറഞ്ഞ കൂട്ടർക്ക് അതൊന്നും സാധിക്കുന്നില്ല. അവർക്ക് സ്വന്തം ചില ആവശ്യമൊക്കെ ഉണ്ട്. അത് പാമരഭക്തിയാണ്, ശ്രേഷ്ഠമായ ഭക്തിയല്ല. അതിനെ നിന്ദിക്കുന്നില്ല, അവിടെ നിൽക്കരുത് എന്ന് പറയണം.
ഭക്തിയോഗത്തിലും പറയണമല്ലോ. ഭക്തിയോഗത്തിൽ ഈ കാര്യം തന്നെ അല്ല അല്ല ഭഗവാൻ വളരെ വ്യക്തമാണ്. എന്താണ് 44 ശ്ലോകം ഉണ്ടല്ലോ, ഭോഗ ഐശ്വര്യ പ്രസക്താനാം തയാ അപകൃത ചതസം വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയത എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ വായന ഉള്ള അവരെ കുറ്റമായിട്ട് പറയല്ല, അവർ നന്നായി കുറേയും കൂടി ഭംഗിയായിട്ട് പറഞ്ഞ് ഈ ശാസ്ത്രപ്രകാരം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അപകടം വരും. അത് വരരുത്. അപ്പം നമ്മൾ കുറച്ച് അമ്പലത്തിലൊക്കെ പോയി അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ ഭക്തനായെന്നൊരു ധാരണ വരിക, അത് വരില്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാമായണം പറയാറുണ്ട്. തീർത്ഥസ്നാന തപോദാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗാദ്യഖില കർമ്മങ്ങളാൽ പ്രത്യേകിച്ച് പറ്റേ ഒന്നിനാലും ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞുകൊണ്ടൊരു നാളും. അപ്പം ഇതൊന്നും ഭക്തി ഇല്ലെങ്കിൽ ഇതൊക്കെ വെറും കർമ്മമായി. ഭക്തി ഉണ്ടെങ്കിൽ ഇവ തന്നെ നല്ലതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞ ആക്ഷേപമായിട്ട് പറയല്ല, 4 അമ്പലം തൊഴുക പറഞ്ഞു, അങ്ങനെ വെറുതെ ഒരു എക്സ്കർഷൻ പോണ പോലെയുള്ളൂ. അതിലൊന്നും ഭക്തി ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഭക്തി എന്നുള്ളത് ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല, മാനസികവും ബുദ്ധിപരവും. അത് എല്ലാവരോടും ഉണ്ടാകുന്ന ഒരു സഹതാപം, സ്നേഹം കണ്ടല്ലോ. കാരണം ഈശ്വര ചൈതന്യമാണെന്ന് തോന്നൽ, അതാണ് ഭക്തി. അതില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതിനെയും നിന്ദിക്കണില്ല, അങ്ങനെ പോകുന്നത് ആൾ നല്ലത് തന്നെ. ജ്ഞാനിയുടെ ലക്ഷണം എന്താ വെച്ചാൽ വിശ്വപ്രേമമാണ്. ഈ പ്രേമമാണ് പരാഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഈ 4 തരം ഭക്തന്മാരെ പറ്റി പറയുന്നു. ഉദാര സർവ ഏതേ ജ്ഞാനി ത്വാത്മൈവ മതം ആസ്ഥിത സഹിയുക്താത്മാ മാമേവാം ഉത്തമാംഗതി. എൻ്റെ ഉത്തമമായ ഗതിയിൽ 2 അർത്ഥമുണ്ട്. ഒന്നിന് പോക്ക് എന്നർത്ഥമുണ്ട്, ഒന്നിന് ലക്ഷ്യം എന്നർത്ഥമുണ്ട്. പോക്കും ചെന്നാൽ ലക്ഷ്യത്തിൽ വെച്ചല്ലോ. ഈ ഉത്തമമായ ഗതി എന്ത്? ജ്ഞാനി ഭക്തനാവലാണ് ഏറ്റവും വലിയ ആവശ്യം എന്ന്. അതിനാണ് ഇവിടെ ഈ അധ്യായത്തിന് പ്രപത്തി യോഗം. ഈശ്വരൻ മാത്രമേ ഉള്ളൂ. താൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു വെറും ആയുധം മാത്രം, നിമിത്തമാത്രം ഭവസഭ്യസാചിൻ ഇനി പറയാൻ പോകുന്നുണ്ട് 11. ഇതെങ്ങനെ സാധിക്കുന്നു പറയാണ്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഈ ഭക്തിയുള്ള ആളുകളെ സമ്പ്രദായം അയാളെ എങ്ങനെയാണ് ഒന്ന് പരിശോധിക്കുക ഭക്തി എന്നുള്ളത്? അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ബഹൂനാം ജന്മനാമന്തേ, വളരെ അജിത ജന്മത്തിലൊന്നും കൈക്കൊള്ളുന്നില്ല, മെല്ലെ 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 ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ജ്ഞാനമുള്ള ആളാണ് ഭഗവാനെ ഭജിക്കുക, ജ്ഞാനമില്ലാത്തവർക്ക് സാധിക്കില്ല. എന്നിട്ട് അപ്പോൾ അയാൾക്ക് എന്തായിരുന്നു? വാസുദേവ സർവമിതി, ഈ കാണുന്നതെല്ലാം വാസുദേവനാണ് എന്ന് അദ്ദേഹം കാണും. മഹാത്മാ, അദ്ദേഹമാണ് മഹാത്മാവാണ്. സുദുർലഭ, വളരെ ദുർലഭമാണ്. കാരണം ഇത് എളുപ്പമല്ല, സാധിക്കില്ല. ഇവിടെ ഭക്തൻ കാണുന്നതൊക്കെ ഈശ്വരനായിട്ട് കാണുന്നു. ഈശ്വരനല്ലാണ്ട് അയാൾക്കൊന്നും കാണാൻ സാധിക്കില്ല. അതാണ് ആ ഭാവത്തിൽ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭക്തി വരിക. അവിടേക്ക് എത്തണം. അപ്പം നമുക്ക് സാധിച്ചിട്ടില്ല. കുഞ്ഞിക്കാവമ്പൂരി എന്നൊരു മഹാത്മാവുണ്ടായിരുന്നു ഗുരുവായൂർ, അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പട്ടിയെ കണ്ടാൽ പട്ടി ഗോവിന്ദായ നമഃ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കും. കാക്ക കണ്ടാൽ കാക്ക ഗോവിന്ദായ നമസ്കരിക്കും. അങ്ങനെ അദ്ദേഹം കാണുന്നതൊക്കെ ഈശ്വരനാണ്, സാധിക്കണം. ഭക്തൻ്റെ ഗിരിയാണ്. ഭക്തൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഭക്തൻ ആരാന്നുള്ളത് ലക്ഷണം, അദ്ദേഹം സമത്വമല്ലാണ്ട് വ്യത്യാസം കാണുകയില്ല. ശരീരത്തിൽ അദ്ദേഹം വ്യത്യാസം കാണും. പട്ടിയും എന്താണ് പൂച്ചയൊക്കെ അതിന് വേറെ അറിയാം. പക്ഷേ അതിലുള്ള ആത്മചൈതന്യം ഒന്നാണെന്ന് അദ്ദേഹത്തിനറിയാം. ഏതുപോലെ ഒരു ശാസ്ത്രജ്ഞൻ വേണ്ട, ഒരു സാമാന്യം വിവരമുള്ള ഒരാൾ എല്ലാ ഈ ഉപാധികളിലും ബൾബോ അല്ലെങ്കിൽ ഫാനോ അല്ലെങ്കിൽ നമ്മുടെ TV-യോ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ഉപാധിയാണ് വ്യത്യാസമുള്ളൂ. അതിൽ പോകുന്ന കറൻറ്റ് ഒന്നാണ് എന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമല്ലോ. ആ സാധിക്കൽ വന്നു കഴിഞ്ഞാൽ അപ്പം അതിനോടൊരു ഒന്നിനോടൊരു വെറുപ്പ്, ഒന്നിനോടൊരു സ്നേഹമൊന്നുമില്ല. അത് അതിൻ്റെ പ്രവൃത്തി, ഉപാധിയുടെ ധർമ്മം എന്നല്ലാണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും പറയാൻ തോന്നാറുള്ളത്, നമ്മുടെ സനാതന ധർമ്മത്തിൽ ഈ ഉച്ചനീചത്വം എന്നൊരു ഭാവന ഇല്ല. ഇന്നിപ്പോൾ അത് വളരെ അധികം വളർന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ധർമ്മം കീഴ്പ്പെട്ട് പോകുന്നത്. ഒന്നുണ്ടാവും, ചെറുത് വലുത്, അത് ആവശ്യമാണ്, ഉണ്ടാവും. കാരണം വയസ്സായ ഒരാളും ചെറിയൊരു കുട്ടിയും ഒരുപോലെയല്ല, ആ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആ വയസ്സായ ആളിലുള്ള ആത്മാവും ഈ ചെറിയ കുട്ടിയുള്ള ആത്മാവിനും യാതൊരു വ്യത്യാസമില്ല.
ഇതുപോലെ എല്ലാ എക്വിപ്മെൻറ്റിലും കറണ്ട് ഒന്നുപോലെ തന്നെ എല്ലാ കൊതു മുതൽക്ക് ബ്രഹ്മാവ് വരെയുള്ള എല്ലാറ്റിലും ബോധസ്വരൂപനായിട്ട് നിൽക്കുന്നത് ഒരേ ഈശ്വരനാണ്. അപ്പോൾ അതിൽ ഉച്ചനീചത്വം വരിക. നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഈ ഉച്ചനീചത്വത്തിൽ ചെന്ന് കുടുങ്ങുക. അപ്പോഴാണ് ഈ വിഷമം വരുന്നത്. എന്താ കാരണം? കാമൈസ്തൈസ്തേർ ഹതജ്ഞാന പ്രപദ്യന്തേ അന്യദേവത തം തം നിയതമാസ്ഥായ പ്രകൃതിയ നിയതാ സ്വയ. എന്തുകൊണ്ടാണ് ഇവരെ ഈ മറ്റ് ഈശ്വരന്മാരെ ഭജിക്കണ പറയണം? അവരുടെ വിചാരം ഈ ശരീരമാണ് താൻ എന്ന് ധരിക്കുക. അപ്പോഴാണ് ആ ശരീരം പരിമിതാണല്ലോ, പൂർണ്ണനാവണം എന്ന് ആഗ്രഹം അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാമം ഉണ്ടാവില്ല. അപ്പം എന്തുകൊണ്ടു? കാമൈ സ്തൈസ്തേ ഹതജ്ഞാന, അവരുടെ ജ്ഞാനം മുഴുവനും ഹനിക്കാച്ചാൽ ഇല്ലാണ്ടാവുന്നു. ജ്ഞാനമുള്ള ആൾക്ക് വേണ്ടാവില്ല. അതെന്തായിരുന്നു? പ്രപദ്യേ അന്യദേവത. ദേവത എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ ശക്തികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഭജിക്കുന്നു. ആര്? ആഗ്രഹമുള്ള ആളുകൾ. തം തം നിയതമാസ്ഥായ പ്രകൃത്യ നിയത സ്വയ. പ്രകൃതിയിൽ നിന്ന് ഉള്ള അതിനെ കിട്ടാനായിട്ട് അവരെ ഭജിക്കുകയാണ്. അവർ താഴ്ന്ന തരം ഭജനക്കാരൻ. അവരെ ആക്ഷേപിച്ചിട്ടില്ല, അവരും ഭജിക്കുകയാണല്ലോ. ഈശ്വരൻ്റെ തന്നെ വിഭൂതികളെയാണ് ഭജിക്കുന്നത്. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയ അർച്ചുന്നുമിച്ഛതി തസ്യ തസ്യ ആചലാം ശ്രദ്ധാം താമേവ വിദ്യാമ്യഹം. നോക്കൂ, അധികം ഭഗവാൻ ഒരിക്കലും അവരെ നിന്ദിക്കുന്നില്ല. യോ യോ ആരാത് ഏതേത് ഭക്തന്മാർ വളരെ ശ്രദ്ധയോടുകൂടി ഈ മാതിരി ദേവകളെ ഭജിക്കുന്നു, അവരുടെ ആ ശ്രദ്ധയെ അചലാം, ചലനമില്ലാത്ത അല്ലെങ്കിൽ ഉറപ്പിക്കുന്നു ആ ശ്രദ്ധ. എന്നിട്ട് താമേവ വിദ്യമ, എന്നിട്ട് അവർക്ക് മെല്ലെ മെല്ലെ കയറ്റം, ക്ലാസ് കയറ്റം കിട്ടുന്നത് മെല്ലെയാണ്. അവർ കീഴ്പ്പെട്ട് പോവല്ല. ആ ശ്രദ്ധ തന്നെ, ഇപ്പോൾ ഉള്ള ശ്രദ്ധ താഴ്ന്ന കാര്യത്തിലാണ്. മെല്ലെ മെല്ലെ അവർ മുന്നോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് സകാമ ഭക്തന്മാരെ നമ്മൾ നിന്ദിക്കരുത്. ആരെയും നിന്ദിക്കാൻ പാടില്ല. ഭാഗവതം വളരെ വ്യക്തമാണ്. ന നിന്ദേത ന സ്തുവീത. നിന്ദ സ്തുതി ഒക്കെ ഉണ്ടാവുന്നത് ഈ വ്യത്യസ്ത ഭാവം ഉണ്ടാവണോ, ഏകത്വ ഭാവം കാണാൻ തട്ടാണല്ലേ. അത് അറിയാണ്ട് വന്നു പോകും നോക്കൊക്കെ. പക്ഷേ അത് ചുരുക്കാനെങ്കിലും ശ്രമിക്കണം എന്നർത്ഥം. സത്തയാ ശ്രദ്ധയാ യുക്തസ്തസ്യ ആരാധനം ഈഹതേ ലഭതേ ച തത കാമൻ മമൈവ ഹിതാൻ. സ തയാ ശ്രദ്ധയ, ആ അവരുടെ ശ്രദ്ധയിലുകൊണ്ട് യുക്തസ്തസ്യ ആരാധന ഈഹതേ, അവർ ആരാധിക്കുന്ന ഈഹത ആഗ്രഹിക്കണം. ആ കാര്യങ്ങളൊക്കെ ലഭതേ, അവർക്ക് കിട്ടും. ഓരോന്ന് ആഗ്രഹിച്ചാലും അതിനൊരു വിലയുണ്ട്, ശ്രദ്ധയുണ്ടല്ലോ, അത് കിട്ടും. അത് കാരണം ഞാൻ തന്നെ നിശ്ചയിച്ചതാണ്. പൂർണ്ണമാണ് ഞാൻ. അപ്പോൾ പൂർണ്ണന് എന്ത് ചോദിച്ചാലും കൊടുക്കാൻ പറ്റും. ശരിക്കും ചോദിക്കേണ്ടത് പൂർണ്ണനോട് ചോദിക്കേണ്ടത് പൂർണ്ണതയാണ്. നമ്മൾ അപൂർണ്ണത ചോദിച്ചാൽ ഭഗവാൻ തരാൻ വിഷമമില്ല. വിഷമം ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ്. കാരണം പിന്നെയും ഒന്നുകൂടി ആദ്യം ചോദിക്കണം. അപ്പോൾ ഏതൊന്ന് കിട്ടിയാൽ പിന്നെ ഒന്നും കിട്ടണ്ടയോ, അതല്ലേ കിട്ടേണ്ടത്. അതാണല്ലോ ആത്മജ്ഞാനം. അതില്ലെങ്കിൽ വളരെ മെല്ലിയാവും അർത്ഥം. പ്രത്യേകിച്ച് പറഞ്ഞു, അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യല്പമേധസാം ദേവാൻ ദേവേജോ യാന്തി മദ്ഭക്ത യാന്തി മാമപി. അന്തവത്തു, ആ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരവസാനമുണ്ട്. പരിപൂർണ്ണമല്ല, പൂർണ്ണതയില്ല. ഇന്ന് കിട്ടിയാൽ പിന്നെ ഒന്നുകൂടി വേണം. ഫലം തേഷ, ആ അവരുടെയൊക്കെ ഫലത്തിന് അതിരുണ്ട്. അതിരില്ലാത്ത പൂർണ്ണത അവർ ചോദിച്ചിട്ടില്ല, നല്ലവർക്ക് കിട്ടുള്ളൂ. തേഷാം തദ്ഭവത്യ അല്പമേധ. എന്താ കാരണം? അല്പമേധസം. അവരുടെ ബുദ്ധി വളരെ ചുരുക്കാൻ, ആലോചനാശക്തി ഇല്ല. ചെറുത് കിട്ടുന്നത് മതിയെന്ന് വിചാരിക്കുക അവർ. അപ്പോൾ അത് സന്തോഷിച്ചു, ഇത്തിരിയും കിട്ടി. ഇതിനൊരു അവസാനം ഇല്ലാണ്ടാണ്. ബുദ്ധിയുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ശകാരിക്കല്ല വേണ്ടത്, അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയല്ല പറ്റി നമ്മൾ ചോദിക്കും, അപ്പോഴാണ് ബുദ്ധി ഉണ്ടാവും. ആ ഈശ്വരനെ മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ ഞങ്ങളൊരു ഉദാഹരണമായിട്ട് പറയണ്ടേ, മദിനാശിക്ക് ഞാൻ താമസത്തിന് പോകാമായിരിക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. പച്ചക്കറി, കടുക്, മുളക്, മറ്റേത് അരിയൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ പോകാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട്, പക്ഷേ അവിടെയൊക്കെ കഴിച്ച ശേഷം അവസാനമാകുമ്പോൾ പെട്ടെന്ന് ലേശം കടുക് കഴിഞ്ഞു വെച്ചാൽ കൊണ്ടുവന്നിട്ടില്ല, ബുദ്ധിമുട്ടായി. ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാ, കുറച്ച് സമ്പത്ത് അവിടെ കൊണ്ടുപോയാൽ മതി. അവിടെ കൊണ്ടുപോയാൽ എല്ലാ സാധനവും അവിടെ കൊണ്ടുതരും. ഉണ്ടല്ലോ, ചോദിക്കണ്ടല്ലോ. ഏതാ ബുദ്ധിയുള്ളത്? സമ്പത്ത് കൊണ്ടുപോലല്ലേ. ഇതുപോലെ ഇപ്പോൾ ഇവർ ഭക്തന്മാരൊക്കെ സാധനങ്ങളും കൊണ്ടുപോവുക, എന്നിട്ട് ഇല്ലാതെയാകുമ്പോൾ വിഷമിക്കുക. വേണ്ട, ഭഗവത് ഭക്തി എന്നുള്ള ആ സമ്പത്തും കൊണ്ട് അവിടെ ചെന്നാൽ എല്ലാ സാധനവും അവിടെ ഉണ്ട്. അതിനൊരു പ്രയാസമില്ല, അതവിടെ കിട്ടും എന്ന് പറയണം.
ദേവൻ ദേവേജോ യാന്തി മത് ഭക്ത യാന്തി. ദേവന്മാരെ ആര്? ഈ ഓരോരോ ശക്തികളെ, അപൂർണമായ ശക്തികളെ സാധാരണക്കാരൻ നിൽക്കുന്നു. എൻ്റെ ഭക്തനോ യാന്തി മാമപി, പൂർണ്ണതയെ പ്രാപിക്കുന്നു. വീണ്ടും വീണ്ടും ഇവിടെ പറയണത് ഈ പൂർണ്ണത അല്ലെങ്കിൽ നിരപേക്ഷത എന്നൊക്കെ കാര്യമുണ്ടല്ലോ, അത് ആണ് ഈ ഭക്തിയുടെ അവസാനത്തെ കയ്യിൽ. അവിടെ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങോട്ടാണ് പ്രയാണം. അതല്ലാതെ ഭാഗികമായാൽ പിന്നെയും വേണ്ടി വരും, ജനനം മരണമൊക്കെ വേണ്ടി വരും. ഇതങ്ങനെയല്ല. ഈ ജനന മരണം ഉണ്ടായത് ഞാൻ ശരീരമാണ് എന്ന തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജനന മരണം എന്ന ചക്രം തന്നെ ഇല്ല. നിങ്ങൾ സ്ഥിരമായിട്ട് വൈകുണ്ഠ ലോകത്തിൽ എന്നൊക്കെ നോക്കുമ്പോൾ അങ്ങനെ പറയിക്കില്ല. അങ്ങനെ ഒരു ലോകമൊന്നും അല്ലത്. വികുണ്ഠത, കുണ്ഠത ഇല്ലാത്ത സ്ഥലമാണ്. എന്നുവെച്ചാൽ എന്ത് വിചാരിച്ചോ അതൊക്കെ സാധിക്കും. പിന്നെ ഈ മോഹം സാധിക്കണം എന്നാണ്. പൂർണ്ണന് ഒന്നും സാധിക്കല്ലേ. വൈകുണ്ഠത്ത് പോയാൽ എല്ലാം കിട്ടുന്ന. അപ്പോൾ ഇവിടെ കിട്ടാത്തപ്പോൾ അവിടെ കിട്ടാലില്ല. നിങ്ങളാണ് പൂർണ്ണൻ. നിങ്ങൾ പൂർണ്ണനാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കിട്ടണം? കുണ്ഠിതല്ല. അത് അതായത് മനസ്സിനൊരു വിഷമത അതില്ല. അത് അവിടേക്ക് എത്താൻ സാധിക്കും. അവ്യക്തം വ്യക്തിമാമന്നം മന്യന്തേ മാം അബുദ്ധയ പരംഭവമജാനന്ദോ മമ അവ്യയം അനുത്തമം. വീണ്ടും വീണ്ടും ഈ പൂർണ്ണതയെ പറ്റി ഇങ്ങനെ ഭക്തിയിൽ പറയണം. പരംഭാവ അജാനന്ദോ, പരം ച വിട്ടത്, അതായത് ഇതല്ലാത്തത്, അത് ചാൽ ഇതൊന്നും എല്ലാം വിട്ടത്, നേരി എന്നൊക്കെ പറയണില്ലേ, അതുപോലെ പരംഭാവം അജാനന്ദോ. അവർ ഇതറിയണില്ല. ആര്? ഈ ഭക്തന്മാർ, സകാമ ഭക്തന്മാർ ഈ പരമമായ ഈശ്വരൻ്റെ ഭാവം അറിയാൻ അജാനന്ദോ മാം അവ്യയം അനുത്തമം. ഞാൻ അവ്യയനാണ്, എത്ര എടുത്താലും തീരാത്തതാണ്, ഇതിന് അവസാനമില്ല. അനുത്തമം, ഇത്ര ഇതിന് ഒപ്പം ഉത്തമമായിട്ട് വേറൊരു സാധനമില്ല. ഇതൊക്കെ പറയുന്നത് ഒരാളെ അല്ല, വളരെ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നുള്ളത് എപ്പോഴും മറക്കരുത്. അതാണ് ഈശ്വരൻ, ഒരാളല്ല. ഒരാളാണെങ്കിൽ പരിമിതവും. അത് എങ്ങനെയായാലും അവ്യയാവാൻ സാധിക്കില്ല, സനാതനാവാൻ പറ്റില്ല. കാരണം അതിന് ജനനമരണമൊക്കെ ഉണ്ട്. ഈ പറയുന്ന ഈശ്വരഭാവം, ഇവിടെ പറയുന്ന ഈശ്വരൻ എന്ന് പറയുമ്പോൾ പൂർണ്ണത അല്ലെങ്കിൽ ബോധമുണ്ടോ? എല്ലാം ഉണ്ട്. ബോധമില്ലേ? ഒന്നുമില്ല. അപ്പം ആ ബോധ സ്വരൂപനാണ് ഞാൻ. ബോധത്തിൽ ആണ് ശരീരം നിൽക്കുന്നത്. ശരീരത്തിൽ ബോധമല്ല. ബോധം ഉണ്ടാവാണ്ടല്ലോ ശരീരം ഉണ്ടെന്ന് തോന്നണേ. അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഭഗവാൻ പറയും. അവ്യക്തം വ്യക്തിമാപന്നം, അവ്യക്തമായ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ബുദ്ധിക്കോ പിടി കിട്ടാത്തതിനെയാണ് അവ്യക്തത എന്ന് പറയാം. ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ബുദ്ധിക്കോ ഉള്ളിൽപ്പെട്ടാൽ അതിനെ വ്യക്തത എന്ന് പറയും. നമുക്ക് വ്യക്തത മാത്രമേ ഇപ്പം അറിയണുള്ളൂ, അവ്യക്തത ഇല്ല. അവ്യക്തം ബുദ്ധിമാപന്നം മന്യന്തേമാം അബുദ്ധയ പരംഭവമയാനന്ദോ മമ അവ്യയം അനുത്തമം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോമാം അജം അവ്യയം. എത്ര പ്രാവശ്യ ഈ അജം എന്നുള്ള വാക്ക് വരുന്നത്? ഭഗവാൻ ജനിച്ചിട്ടില്ല എന്ന് എത്ര പ്രാവശ്യം പറയണമെന്ന് അറിയില്ല. കാരണം ജനിച്ചാൽ ഭഗവാൻ അല്ലാണ്ടി, കാരണം അതിൻ്റെ മുമ്പില്ലല്ലോ. അപ്പോൾ സമയത്തിന് പെട്ടില്ലേ. അവ്യയം ചിലവായി കഴിഞ്ഞിരിക്കുക, പൂർണ്ണനല്ല. ഒരിക്കലും അത് വയ്യാതെ വേദാഹം എന്താണ് നാഹം പ്രകാശ സർവസ്യ. പലർക്കും എന്നെ കാണാൻ സാധിക്കില്ല. യോഗമായ സമാവൃത, ഞാൻ യോഗമായ കൊണ്ട്. യോഗമായ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയേണ്ടത്? മായ എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു മറവ്. അതെ, ഒരു ചെറിയ ഒരു മറവുണ്ടെങ്കിലേ അപ്പുറത്തുള്ളത് കാണില്ലല്ലോ. അല്ലേ, വലിയ ഒരു പണ്ടൊക്കെ തട്ടി ഉണ്ടാക്കും ഇതല്ലേ. അപ്പോൾ അതിൽ ചില തുളണ്ടാവും. ആ തുളയുടെ ഉള്ളിൽ കൂടി നോക്കിയാൽ പുറത്തേക്കൊക്കെ കാണാം ചെറിയത്. ആ തട്ടി ഇങ്ങനെ തുളങ്ങനെ വലുതാക്കി വരുമ്പോൾ ആ പുറത്തുള്ളതിനെ കാണാം, കുറച്ചുകൂടി വിശാലമായി കാണും. അവസാനം മുഴുവൻ തട്ടി അങ്ങോട്ട് മാറിയാലോ പിന്നെ മറവന്നില്ല. അതാ ഇവിടെ പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു ഓട്ടയെ കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് കാണുക, അതിങ്ങനെ മാറ്റാൻ നമുക്ക് സാധിക്കും. മാറ്റാൻ നമുക്ക് കഴിയണമല്ലോ. അതുമാതിരി മായ മാറ്റാനും
സാധിക്കും. മായ മാറ്റാൻ പറ്റില്ല വെച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സാധിക്കും. അത് മാറ്റിലാണ് എന്ത്, ഈ സങ്കുചിത്വത്തെ വിട്ടിട്ട് വിശാലത വരലാണ് ഇത് മാറ്റിൽ. ചെറിയ ഓട്ടം വലുതാക്കി വിശാലം കൊണ്ട് വന്നിറങ്ങിയാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ തട്ടി തന്നെ ഇല്ലേണ്ടു. അങ്ങനെ വരുമ്പോൾ മുഴുവൻ കാണാൻ സാധിക്കും പറയണം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമത മൂഢോയം ന അഭിജാനാതി ലോകോ മാം അജം അവ്യം, ഞാൻ ജനിക്കാത്തവനാണ്, എത്ര കഴിഞ്ഞാലും തീരാത്തവനാണ് എന്ന് മൂഢന്മാർ പറഞ്ഞാൽ ബുദ്ധി കുറച്ച് കുറവുള്ളവർ അർത്ഥമേ ഉള്ളൂ. പാവങ്ങളാണ് അവർ. ശ്രമിച്ചാൽ ബുദ്ധി ഉണ്ട് അവിടെ. ബുദ്ധി ഇല്ലാത്തവരാരുമില്ല. അതിനെ നമ്മൾ വളർത്താൻ സാധിക്കും. അതിനുള്ള വിദ്യാഭ്യാസം അല്ലാതെ സാധിക്കുന്നില്ലോ. ഏത് പ്രവൃത്തിയും ഇന്ന ആൾക്കേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പോൾ ഈ നമ്മുടെ വാസനയുടെ വ്യത്യാസം കൊണ്ട് ചിലതിലധികം എളുപ്പത്തിൽ കിട്ടി തോന്നിക്കും. ഏതായാലും എല്ലാവർക്കും, കാരണം ഈശ്വര ചൈതന്യമാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഒന്നും ഒരാൾക്ക് കിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. വേദാഹം സമതീതാനി വർത്തമാനാനി ച അർജുന ഭവിഷ്യാനി ച ഭൂതാനി മാം തു വേദന കശ്ചന. ഇനി ഇതേവരെ സാധനത്തെ പറ്റി പറഞ്ഞു. ഇവിടെ സമയത്തെ, പദാർത്ഥം കഴിഞ്ഞ സമയത്തെ പറയണം. വേദാഹം സമതീതാനി വർത്തമാനാനി ച അർജുന, കഴിഞ്ഞുപോയതും വരാൻ പോണതും ഇപ്പോഴുള്ളതും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ സമയം എന്നൊന്നില്ല എന്നർത്ഥമാണ്. സമയം എന്നുള്ളത് ഒരു സങ്കല്പമാണ്. സമയം എന്ന് പറഞ്ഞൊരു വസ്തുതയല്ല. ആ സങ്കല്പം പോയി ആ സമയത്തിന് പ്രശ്നമില്ല. കാരണം അത് ഇതിന്ന് ഈ സങ്കല്പത്തിൽ നിന്ന് വിട്ടാൽ മതി. സങ്കല്പം ഉണ്ടോ അപ്പോൾ സമയവും ദേശവും നിമിത്തവും ഉണ്ട്. കാലദേശ നിമിത്തങ്ങൾക്കും അതീതമാണ് ഈശ്വരൻ എന്ന് വളരെ പ്രാവശ്യം ഗീത പറഞ്ഞിട്ടുണ്ട്. ഈ കാലവും ദേശവും നിമിത്തവും അല്ലെങ്കിൽ മനുഷ്യൻ്റെ സങ്കല്പം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ആ സങ്കല്പം അതീതനായാൽ അപ്പോൾ പിന്നെ എന്തായി? അയാൾക്ക് കാലുമില്ല, ദേശവുമില്ല, നിമിത്തവുമില്ല. വേദാഹം സമതീതാനി വർത്തമാന ഭവിഷ്യാണിച്ച ഭൂതാനി മാം തു വേദന കശ്ചന, ഞാൻ വരാൻ പോയതും പണ്ടതുള്ളതും ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്താണ്? മാം തു വേദന കശ്ചന, ഇതൊന്ന് വിട്ട് മായയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയാൻ സാധിക്കില്ല. കാരണം അയാൾ സ്വയം ഉണ്ടാക്കിയതാണ് ഒരു മറ. ആ മറ ഉള്ളിടത്തോളം കാലം അയാൾക്കൊന്നും സാധിക്കില്ല. ഇങ്ങനെ 26-ാം ശ്ലോകം കഴിഞ്ഞ ശേഷം ഇനി ഒരു 4 ശ്ലോകം ഒരു പ്രത്യേക കാര്യം പറയണം. ജ്ഞാനം, വിജ്ഞാനം, ബ്രഹ്മം, അധ്യാത്മം, കർമ്മം, അധിഭൂതം, അധിദൈവം, അധിയജ്ഞം എന്ന കാര്യങ്ങളെപ്പറ്റി പറയാണ്. അത് 4 ആദ്യം വായിക്കാൻ ഞാൻ ശ്ലോകം. സർവഭൂതാനി സമ്മോഹം സഗ്ഗേയാന്തി പരന്തവ യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണം തേ ദ്വന്ദ്വമോഹ വിനിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത ജരാമരണമോക്ഷായ മമ ആശ്രിത്യ യതന്തിയേ തേ ബ്രഹ്മ തദ്വിദുക്ലസ്നമധ്യാത്മം കർമ്മചാഖിലം സാധിഭൂതാദിസൈവം മാം സാധിയജ്ഞം ച മേ വിദു പ്രയാണകാലേപിച്ച മാം തേ വിദുർ എന്താണ് യുക്തചേതസ. 4 ശ്ലോകങ്ങൾ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. കാരണം മനസ്സിലാക്കാൻ അങ്ങനെ എളുപ്പത്തിൽ സാധിക്കില്ല. ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പറയും എപ്പോഴാണ് നമുക്ക് ഇതൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശ്ലോകത്തിൽ സർഗേയാന്തി പരന്തവ, സർഗം എന്ന് പറഞ്ഞാൽ പ്രകടാവുക. ഈ ശരീരം അല്ലെങ്കിൽ ബുദ്ധി ശരീരമായി എന്ന തോന്നലില്ലേ, അപ്പോഴാണ് വിഷമങ്ങളൊക്കെ വരുന്നത്. അതായത് പൂർണ്ണമായത് പരിമിതമായി എന്ന് തെറ്റിദ്ധരിക്കുക. അപ്പോഴാണ് എല്ലാ ദുഃഖവും ഉണ്ടാവുന്നത്. അത് ഈ തെറ്റിദ്ധാരണ മാറിയാൽ പൂർണ്ണം തന്നെയാണ് ഞാൻ എന്ന് വന്നാൽ പിന്നെ യാതൊന്നും ഉണ്ടാവില്ല. അതിനെ പറ്റിയിട്ട് ആണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം, വിജ്ഞാനം എന്താണ്? ജീവൻ ശരീരത്തെ സ്വീകരിച്ചതോടെ പൂർണ്ണത സാധിക്കുവാൻ മോഹം വരും. അതെന്താ കാരണം? ശരീരത്തെ സ്വീകരിച്ചു ആ വാക്ക. ശരീരത്തെ താൻ തന്നെയാണ് സ്വീകരിച്ചത്. വേറൊരാൾ ഭഗവാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. ഈ അപകടമൊക്കെ ആരുണ്ടാക്കിയതാ? അവനവൻ ഉണ്ടാക്കിയതിന്. നമുക്ക് മറ്റൊരുത്തനാണ് എനിക്ക് ദോഷം ചെയ്യുന്നത് തോന്നുന്നത് വരില്ലാത്തവരെയാണ്. എൻ്റെ ഗുണത്തിനും എൻ്റെ ദോഷത്തിനും കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഇത് വളരെ അധ്യാത്മശാസ്ത്രമാണ്. എനിക്ക് ദോഷം ചെയ്യാൻ മറ്റൊരാളെ കൊണ്ടാവില്ല. കാരണം ഞാൻ കുറച്ചെങ്ങനെ സഹകരിക്കണം, അപ്പോഴേ സാധിക്കുള്ളൂ. ഞാൻ സഹകരിക്കില്ല. കാരണം ഞാൻ ആത്മാവാന്ന് ധരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എന്നെ അവർക്ക് ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുക? മറ്റത് മറന്നാൽ
നിങ്ങളെല്ലാവരും കൂട്ടിയാലും എന്നെ നേരെയാക്കാനും പറ്റില്ല. കാരണം ഞാൻ ഓർച്ചിട്ടുണ്ട് ഞാൻ പരിമിതമാണെന്ന്. പിന്നെ എങ്ങനെ എന്നെ നേരെയാക്കാൻ പറ്റുക? സാധിക്കില്ല. അപ്പോൾ ജ്ഞാനം വിജ്ഞാനം ജീവൻ ശരീരത്തെ സ്വീകരിച്ചതോടെ പൂർണ്ണത സാധിക്കുവാൻ മോഹം വരും. മോഹത്തെ ജയിക്കാൻ നേരിട്ട് എതിർത്താൽ ഫലവത്താവില്ല. കാരണം ഒരു അപകടം കൊണ്ടാണ് നമ്മൾ മറന്നുകൊണ്ടാണ്. അപ്പം അതിനെ അങ്ങനെ സാധിക്കില്ല. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ മോഹം മാറില്ല. അതിനെ എന്തെങ്കിലും പുണ്യകർമ്മം ചെയ്യണം. പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ പാപം പുണ്യം. ശ്ലോകം പറഞ്ഞല്ലോ, പരോപകാര പുണ്യായ പാപായ പരപീഡനം. ഇതേ അർത്ഥമുള്ളൂ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതൊക്കെ പുണ്യം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണതൊക്കെ പാപം. ഇതാണ് 18 പുരാണങ്ങളിലും വ്യാസൻ പറഞ്ഞതാണെന്നാണ് ഒരു ശ്ലോകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുണ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാച്ചാൽ എന്താ അർത്ഥം? നിഷ്കാമകാമം എന്നർത്ഥം എന്നാണ്. ഇങ്ങോട്ടൊന്നും കിട്ടാണ്ട് അങ്ങോട്ട് ചെയ്യുമ്പോഴല്ലേ ഉപകാരമാവുള്ളൂ. മറ്റു നിങ്ങൾ ഞാനൊരു കാര്യം ചെയ്താൽ അതിന് കൂലി ചോദിച്ചാൽ അവിടെ അവന് ഉപകാരം ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന പരോപകാരം എന്ന് പറയേണ്ട പുണ്യം എന്ന് പറയേണ്ട അർത്ഥം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിഷ്കാമ കർമ്മയോഗമാണെന്ന് അർത്ഥം. അതാ ഭാഗം കൊണ്ടുവരുന്നത്. നിഷ്കാമ കർമ്മയോഗം ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപം തീരും, പുണ്യം നിങ്ങൾക്കുണ്ടാവും. പുണ്യം പരോപകാരമാണ്. പാപം തീർന്നാൽ എന്തായി? അതിൻ്റെ അതായത് നിഷ്കാമ കർമ്മയോഗം അത് സാധിക്കും. നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ആഗ്രഹമില്ലാതാവില്ലല്ലോ. ആ മോഹം തീർന്നാൽ ഇപ്പം നമുക്ക് ഈശ്വരഭക്തിക്കുള്ള തടസ്സം 100 കാര്യങ്ങളിൽ മോഹമുണ്ട്. ഈശ്വരൻ പൂർണ്ണന അതല്ല വേണ്ടത്, നമുക്ക് സങ്കുചിതമായ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഈശ്വരഭക്തി ഉണ്ടാകുന്നത്. ആ സങ്കുചിതത്തിലൊന്നും മോഹമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഈശ്വരഭക്തി അല്ലെങ്കിൽ പൂർണ്ണതയിൽ എന്തെന്നില്ലാത്ത ആനന്ദം നമ്മൾ കാണും. അതാണത്. ഈശ്വര മോഹം തീർന്നാൽ ഈശ്വര ശരണാഗതി എന്ന ഭക്തി കൈവരും. ഭക്തി ദൃഢമായാൽ, ആ ഭക്തി ദൃഢമായുമ്പോൾ യോഗം, അതായത് ഈശ്വരനുമായിട്ട് ഇപ്പം അതുവരെ ഭക്തി വെച്ചാൽ ഈശ്വരനുണ്ട് ഞാനുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ആ പരമമായ ഭക്തി ജ്ഞാനഭക്തിയിലാവുമ്പോൾ ഈശ്വരനും ഞാനും ഒന്നാണെന്നുള്ള ബോധം വരും. അല്ലെങ്കിൽ ഞാൻ ഈശ്വരനിലാണ്, എന്നിൽ ഈശ്വരനല്ല, ഞാൻ ഈശ്വരനിലാണ് എന്ന ബോധം വരുമ്പോൾ അതാണ് യോഗം. ഈശ്വരനുമായി ഒന്നാണ് സാധിക്കും. ഇതിൽ ജ്ഞാനവും വിജ്ഞാനവും പൂർണ്ണത പ്രാപിക്കും. അപ്പോൾ 2 കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് വിജ്ഞാനം. ജ്ഞാനം വെച്ചാൽ ശരിക്കുള്ള അറിവ്, വിജ്ഞാനം അതിൻ്റെ പ്രാക്ടിക്കൽ അറിവ്. അതിന് സാധിക്കും. സൃഷ്ടിയിൽ വ്യക്തവും അവ്യക്തവുമായ ശക്തികളുണ്ട്. കുറേ ശക്തികളൊക്കെ നമുക്ക് ഇപ്പോൾ കാറ്റിൻ്റെ ശക്തിയൊക്കെ കാണാം, മറ്റേ ഇലക്ട്രിസിറ്റിയുടെ ശക്തി കണ്ടുകൂടാ ഉണ്ട്. നമ്മുടെ കണ്ണിന് വ്യക്തത്തെ മാത്രമേ കാണാൻ കഴിയൂ. അവ്യക്ത ശക്തി. അപ്പോൾ ഒന്ന് ഈ കാന്തമുണ്ട്, ഇരുമ്പ് കാന്താണോ എന്നുള്ളത് കണ്ണുകൊണ്ട് നോക്കി അറിയില്ല, വെച്ച് നോക്കിയാൽ അപ്പോൾ മനസ്സിലാക്കും. ആ ചിലത് സാധിക്കില്ല, കണ്ട് വ്യക്തത്തെ മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ചിന്തനത്തിലൂടെ ആലോചിച്ചാൽ വ്യക്തത്തിൻ്റെ അനുഭൂതി ഉണ്ടാവാൻ കഴിയും. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൾബിൻ്റെ പ്രകാശം നമുക്ക് കാണാം, പക്ഷേ അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെന്നുള്ളത് കാണുകയില്ല. അത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം, അതിൻ്റെ അനുഭൂതി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വൈദ്യുതി ഉണ്ട്, അതുകൊണ്ടാണ് അത് കത്തുന്നത് എന്ന് മനസ്സിലാക്കാം. വൈദ്യുതി തൊടാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും സാധിക്കില്ല, അനുഭൂതി ഉണ്ടാവും. ജ്ഞാനമില്ലെങ്കിൽ വെറും വ്യക്തത്തെ മാത്രമേ കാണൂ. ഇപ്പം നമ്മളൊക്കെ ജ്ഞാനമില്ലാത്തതുകൊണ്ട് ഇപ്പം ഈ കാണുന്നത് മൈക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈശ്വരനാണെന്നൊന്നും കാണാൻ ഇപ്പോൾ നമുക്ക് സാധിക്കില്ല വ്യക്തമായിട്ട്. അതുമാതിരി ഒരു പട്ടിയെ കണ്ടത് പട്ടിയാണ് എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അത് വാസുദേവ സർവമിതി എന്നാ പറഞ്ഞല്ലോ, അത് നമുക്ക് പറ്റുന്നില്ല. ഇതിൻ്റെ മുമ്പ് 5 പറഞ്ഞിട്ടുണ്ടെന്ന് ബ്രാഹ്മണി ഗവി ഹസ്തിനി ശുനി ജൈവ സ്വഭാവ പണ്ഡിത സമദർശന എന്നുമ്പ പറഞ്ഞിട്ടുണ്ട്. അത് പണ്ഡിതനേ ഉള്ളൂ. നമുക്ക് വസ്തുക്കളെ ആ ജഡമായ രൂപത്തിലേ കാണാൻ സാധിക്കുള്ളൂ. കാരണം നമുക്ക് എന്തുണ്ട്, സങ്കുചിതത്വമുണ്ട്. അതാണ് പറഞ്ഞത്. നമ്മുടെ ചിത്തത്തിലൂടെ പ്രകാശത്തിൻ്റെ കാരണവേദിയാണ് എന്ന അനുഭൂതി ഉണ്ടാവും. ജ്ഞാനമില്ലെങ്കിൽ വെറും വ്യക്തത്തെ മാത്രമേ കാണുള്ളൂ. ഇതൊക്കെ വളരെ ശരിയാണ്. ഇപ്പം ഞാൻ കാണുന്നത് നിങ്ങളെ എന്നെ ദിക്കിലെ ഒരാളുടെ പേരാന്നല്ലാണ്ട് നിങ്ങളെ ഈശ്വരനായിട്ട് കാണാൻ അപ്പോൾ എനിക്ക് സാധിക്കണില്ല. അത്രേ സാധിക്കുള്ളൂ. ഒരു അതിന് ഉദാഹരണമാണ്, മങ്ങിയ അന്ധകാരത്തിൽ കാണുന്നത് പാമ്പാണ് എന്നേ തോന്നും. കാരണം അറിവില്ലല്ലോ, ജ്ഞാനമില്ല, പ്രകാശമില്ലല്ലോ, ആത്മജ്ഞാനമില്ലാത്തതുകൊണ്ട്. അതുപോലെ നോക്കി ഈ കാണുന്നതൊക്കെ പ്രപഞ്ചമൊക്കെ
ഭയാനകമാണെന്നോ അത് സുഖദായകം എന്തെങ്കിലും ഒന്ന് തോന്നുന്നുള്ളൂ. ജ്ഞാനം എന്ന വെളിച്ചത്തിൽ ജ്ഞാനം വന്നാൽ അത് വെറും കയറാണ് എന്ന് ബോധ്യം വരും. ഈ പാമ്പ് എന്ന് കാണാൻ കാരണം ഇരുട്ടാവുന്നു, അല്ലെങ്കിൽ മായ, അന്ധകാരം, തെറ്റിദ്ധാരണ, എല്ലാം കാര്യം തന്നെ. ആ തെറ്റിദ്ധാരണ നീങ്ങിയാൽ അപ്പോൾ അത് പാമ്പൊന്നുമല്ല കയറാണ് എന്ന് തോന്നും. വളരെ നല്ലതാണ്. അതുകൊണ്ട് അപ്പം ജ്ഞാനം ആവശ്യം പറഞ്ഞിട്ടില്ല. ഇതിലും മേലെയാണ് വിജ്ഞാനം. ഈ ജ്ഞാനം കഴിഞ്ഞിട്ട് വിജ്ഞാനം അതിൽ തന്നെ. അത് ഈ ഉദാഹരണം കൊണ്ട് പറ്റില്ല. അത് ഏതുപോലെ വെച്ചാൽ സ്വർണ്ണവള എന്ന് പറയുന്നത്. സ്വർണ്ണമാണ് എന്നുള്ളത് ജ്ഞാനം, അത് വളയാണെന്നുള്ളത് വിജ്ഞാനം. അപ്പോഴല്ലേ വള കൈമ്പിൽ ഇടുകയൊക്കെ വയ്ക്കൂ. മറ്റത് വെറും സ്വർണ്ണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് യാതൊരു ആവശ്യമില്ല. എന്നല്ല. അപ്പോൾ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ, അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്ത്, പാമ്പാണ് തോന്നുക. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കാമ്പല്ല കയറാണ് തോന്നുക. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവള, സ്വർണ്ണം മാത്രമാണ്, വളയാണ്. അപ്പോൾ അതിനെ ഉപയോഗിക്കില്ല. സ്വർണ്ണത്തെ വ്യാവഹാരിക സത്യം എന്നർത്ഥം. ഈ വ്യാവഹാരിക സത്യം ഉണ്ടാവും. ഇതിന് അത് സ്വർണ്ണവള കാണുന്നത് പോലെയാണ്. സ്വർണം എന്ന ജ്ഞാനവും വള എന്ന വിജ്ഞാനവും വ്യാവഹാരിക സത്യവും കൂടിയ ദർശനമാണല്ലോ അത്. ഇതാണ് ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ നമ്മൾ കാണുന്ന പലതും കാണും. വാസുദേവ സർവമേതി, പലതും ഉണ്ട്, സർവ്വമുണ്ട്. പക്ഷെ അതൊക്കെ ഈശ്വരനാണ്. സർവ്വമില്ലെങ്കിൽ പിന്നെ വാസുദേവ ഇതി എന്ന് പറഞ്ഞാൽ പോരെ. അതല്ല, പലതും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്നതൊക്കെ ഈശ്വരന്. ഇതുപോലെ പണ്ടങ്ങൾ പലതും കാണുന്നുണ്ട്, അതൊക്കെ സ്വർണ്ണമാണ് എന്ന് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാവണം. മറ്റേത് വെറും ജ്ഞാനമാണെങ്കിൽ സ്വർണം മാത്രമേ കാണുള്ളൂ, പിന്നെ പണ്ടെന്നൊന്നും ഇല്ലാണ്ട് പോവും. അപ്പോൾ വ്യവഹാരമില്ല. അപ്പോൾ വാസ്തവത്തിൽ വ്യവഹാരിക സത്യത്തും കൂടി വന്നപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആനന്ദം സാധിക്കുക. പലതും ഇവിടെ കാണുന്നുണ്ട്. ആ കാണുന്നതൊക്കെ വെറും നാമരൂപങ്ങൾ മാത്രമാണ്. വസ്തുത സച്ചിദാനന്ദമാണ്. സത്ത്, ചിത്ത്, ആനന്ദം, നാമരൂപങ്ങളെ മാറ്റി നിർത്തിയാൽ സച്ചിദാനന്ദം. നാമരൂപങ്ങളോട് കൂടിയായാൽ പ്രപഞ്ചം. അപ്പോഴും ഈശ്വരനെ കാണുന്നത് നമുക്ക് പ്രയാസമില്ല. അയാളാണ് മഹാത്മാവ്. ഞാൻ മുമ്പ് പറഞ്ഞതിൽ എഴുതിന് ആ കാക്ക ഗോവിന്ദായമ്മ, പട്ടി ഗോവിന്ദനല്ലോ. അദ്ദേഹം കാക്കയും കാണും, അതിൽ ഗോവിന്ദനെയും കാണും, പട്ടിയും കാണും, അതിൽ ഗോവിന്ദനെയും കാണും. അത് മഹത്തായ ഒരു ജീവിതമാണ്. അവർക്ക് ദുഃഖം എന്നുള്ളതില്ല. കാണുന്നതൊക്കെ ഈശ്വരനാണ്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? സ്നേഹമല്ലാണ്ടാവില്ലല്ലോ. അയാൾക്ക് കാമക്രോധം എന്നുള്ള വികാരങ്ങളൊന്നും വരാനേ വയ്യ. കിട്ടാനില്ല താനാണ്. ഇനി ഇവിടെ 3 കാര്യങ്ങളാണ്. ബ്രഹ്മം, അധ്യാത്മം, കർമ്മം. ഇവ 3 അവ്യക്ത ശക്തികളാണ്. നിർത്തണം. ബ്രഹ്മം, അധ്യാത്മം. ഇവിടെ 3 6 വരുന്നു. ബ്രഹ്മം, അധ്യാത്മം, കർമ്മം. ഇവ 3 അവ്യക്ത ശക്തികളാണ്. കർമ്മശക്തി അല്ലെങ്കിൽ ഊർജം, എനർജി ഉണ്ടല്ലോ, അത് കാണാൻ കഴിയില്ല. വൈദ്യുതിയുടെ പ്രകാശം നാം കാണുന്നു, എന്നാൽ വൈദ്യുതി കാണാൻ കഴിയില്ല. ഈ കർമ്മശക്തി ഒരു ഭൗതിക വിജ്ഞാന വിഷയമാണ്. അധ്യാത്മശക്തി ഒരു മനഃശാസ്ത്ര വിഷയമാണ്. അധ്യാത്മം എന്നുള്ളത് അധ്യാത്മോ സ്വഭാവോ ഉച്ചതയെന്ന് ഇനി മറ്റേതിൽ പറയാൻ പോകുന്നുണ്ട്. അത് ഒരു ഉദാഹരണം പറയുന്നത്, സ്നേഹം എന്താണ് എന്ന് കാണാൻ കഴിയില്ല. അതിൻ്റെ പ്രകടനം കണ്ടാൽ കാണാൻ കഴിയും, മനസ്സിലാക്കും അതിൽ സ്നേഹമുണ്ട് എന്നുള്ളത് കഴിയും. ഗുണശക്തി, ഈ ഗുണം എന്നുള്ളല്ലോ അതൊക്കെ മനഃശക്തിയാണ്. ക്രിയാശക്തിക്ക് പ്രേരണ നൽകുന്നത്. എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിലേ ഒരു ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്നേഹം എന്ന ഗുണം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രേരണ നൽകുന്നത്. സ്നേഹം എന്ന ഗുണശക്തി വികസിക്കുമ്പോഴാണ് സേവനം എന്ന ക്രിയാശക്തി പ്രകടമാകുന്നത്. പക്ഷേ ഗുണശക്തിക്കും ക്രിയാശക്തിക്കും ഒരു ആധാരം, ഇത് എവിടുന്നെങ്കിലും ഒന്ന് വരണ്ടേ, ആധാരം അല്ലെങ്കിൽ ഒരു ആശ്രയമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗുണമുണ്ട്, ക്രിയയുണ്ട്, അതിനൊരു ആധാരം എന്താണ് ബോധം എന്ന് പറയാനാണ് പോകുന്നത്. അതില്ലെങ്കിൽ ഒന്നും ചെയ്താൽ ഈ ആശ്രയമാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഗുണങ്ങളും ക്രിയകളും ഉണ്ടായത്. അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിൽ നിന്നാണ് അധ്യാത്മവും കർമ്മവും ഉണ്ടായത് എന്നത്. ഈ ബ്രഹ്മം നിരപേക്ഷമാണ്, നിർഗുണമാണ്,
വർണ്ണനാതീതമാണ്. നിർഗുണം എന്നാൽ ഗുണാതീതം മാത്രമല്ല, എല്ലാ ഗുണങ്ങളുടെയും ആധാരവുമാണെന്ന് അറിയണം. അല്ലെങ്കിൽ ഒരു ഗുണമില്ല എന്നർത്ഥം ഇത് വരുമല്ലോ. അതാണ് നിർഗുണത്തിൽ നിന്നും ഒരു വിഷമം ചോദ്യം വരും. ഗുണം എങ്ങനെ ഉണ്ടായി? നിർഗുണം എന്നാണത്, ഒരു ഗുണമില്ല. അതെങ്ങനെയാണല്ലോ, ഗുണങ്ങളാണല്ലോ, ഇതെങ്ങനെയാണ് സ്ഫുരിച്ചത് എന്നൊരു സംശയം വാസ്തവത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഈശ്വരൻ നിർഗുണനാണെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ എവിടുന്ന് വന്നു? അപ്പോൾ നിർഗുണം വെച്ചാൽ സർവ്വഗുണസമ്പന്നൻ എന്നർത്ഥം, അല്ലാണ്ട് ഗുണമില്ലാത്തതെന്നല്ല. അതിനൊരു ഉദാഹരണം പറയാണ് ഇവിടെ എന്ന പ്രശ്നം വരാം. ഇതിനെ ശബ്ദങ്ങളിൽ വർണ്ണിക്കാൻ കഴിയില്ല. കാരണം ശബ്ദം തന്നെ ഒരു ഗുണമാണ്. അപ്പോൾ എങ്ങനെയാണ് നിർഗുണത്തെ ശബ്ദത്തോണ്ട് പറയാൻ കഴിയില്ല. അനുഭവം കൊണ്ട് ഊഹിക്കുവാനേ സാധിക്കൂ. ഇനി അതിനൊരു അനുഭവമായി തരാം. ഗോതമ്പ് മാവ് ഉണ്ടല്ലോ, അതിന് വട്ടം എന്നുള്ള ഗുണമില്ല. വട്ടത്തിലാണോ ഗോതമ്പ് മാവ്? അങ്ങനെയില്ല, ഉണ്ണിയാവല്ലോ ഉണ്ട്. അതുമാതിരി വെള്ളത്തിനും വട്ടത്തിനൊരു ഗുണമില്ല, ഉണ്ടോ? അവ രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് കുഴച്ചിട്ട് ചപ്പാത്തി പറ്റിയാലോ, വട്ടുന്നു. അപ്പോൾ ഗോതമ്പിലും ഇല്ല, വെള്ളത്തിലും ഇല്ല ആ ഗുണം, വട്ടം എന്നുള്ളത്. പക്ഷേ ചപ്പാത്തിയിലുണ്ട്. അപ്പം ഇവിടുന്ന് ഇത് വന്നത്? ഇപ്പോൾ ദുർഗുണമായ ഭക്തനിൽ നിന്ന് എങ്ങനെയാണ് സുഗുണം വന്ന് ചോദിച്ചാൽ മതിയാണ് അല്ലേ? അത് രണ്ടും കൂടി ചേർന്നപ്പോൾ അപ്പം അതായത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത വട്ടം എന്ന ഗുണം ഈ മാവിലും വെള്ളത്തിലും കൂടി ചേർപ്പുണ്ടെന്നർത്ഥം, ഇല്ലാത്തതല്ലല്ലോ. ഇതുപോലെ ബ്രഹ്മത്തിലും എന്തുണ്ട്, ഇതൊക്കെ ഉണ്ട്, പ്രകടമല്ല. ചിലപ്പോൾ അത് പ്രകടമാകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ബ്രഹ്മച്ച നിർഗുണമല്ല. എന്തിനാ ബ്രഹ്മത്തിന് ഇങ്ങനെ തോന്നിയത് എന്ന് ചോദിക്കുന്നതിന് ഒരു അർത്ഥമില്ല. അപ്പോൾ നമ്മളോട് നിങ്ങളെന്തിനാ അങ്ങനെ നമുക്കൊന്ന് തോന്നണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും തോന്നണു എന്നല്ലാണ്ട് എന്തേ നിങ്ങൾക്ക് എന്നെ തോന്നാൻ എന്ന് പറയുന്ന അർത്ഥമില്ല. കാരണം അത് ചോദിച്ചതിന് ഉത്തരമില്ല. പലർക്കും പലതും തോന്നുന്നു. അപ്പോൾ ആ തോന്നലൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്നർത്ഥം, അല്ലെങ്കിൽ തോന്നില്ലല്ലോ. അപ്പോൾ അതുമാതിരി ബ്രഹ്മത്തിനും എന്താവാം, ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് ഒരു തോന്നലും അദ്ദേഹത്തിലുണ്ടാവാം. അപ്പോൾ ഉണ്ടായി. നമ്മുടെയൊക്കെ വിചാരം എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കും സയൻസായിട്ട്. നമ്മൾ ഒരൊറ്റ ഒന്നിൻ്റെ ഉത്തരം പറയാം. അതെ, എല്ലാ ഗുണങ്ങളും കൂടിയതാണ്. അതെ, മാത്രമല്ല ഇപ്പോൾ കരിമ്പിന് എന്താ മധുരം ചോദിച്ചതിന് എന്താ ഉത്തരം? അതങ്ങനെയാണെന്ന് പറയല്ലാണ്ട് പോയ. കാഞ്ഞിരക്കായ്ക്ക് എന്താ കയ്പോ ചോദിച്ചാൽ എന്താ അർത്ഥം? ഒന്നും വയ്യ. എന്താണ് സൂര്യൻ്റെ വെളിച്ചത്തിന് എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം? ഈ ഒരൊറ്റ കാര്യത്തിനെങ്കിലും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഉത്തരമില്ല. അത് അങ്ങനെയാന്ന് പറയുക. നമ്മുടെ വിചാരം എല്ലാത്തിനും ഉത്തരം ഉണ്ട്, കാണാൻ പറ്റുന്നതാണ്. ഇതൊന്നും സാധ്യമല്ല. കാരണം അത് നമ്മുടെ ഈ സങ്കുചിതമായ ബുദ്ധിക്കും അതീതമായ ഒന്നാണ്. അതുപോലെ ഇപ്പോൾ ഈ ഭഗവാനെ നിർഗുണം എന്നൊക്കെ പറയുമ്പോൾ നാവോണ്ടൊക്കെ പറയാമെന്നല്ലാണ്ട് ഒരർത്ഥവും മനസ്സിലായിട്ടില്ല, വെറുതെ പറയുന്നു. മനസ്സിലായാൽ എന്തായി, അത് നിർഗുണമല്ലാണ്ടല്ലോ അല്ലേ? അപ്പോൾ ഗുണമില്ലേ? അത് ഇവ രണ്ടും ചേർന്ന് ചപ്പാത്തി പരത്തിയാൽ ഈ വൃത്തത്തിലുള്ള രൂപം പ്രത്യക്ഷമായി കാണുന്നു. കാരണത്തിൽ ഇല്ലാത്ത ഗുണം കാര്യത്തിൽ ഉണ്ടാവില്ല എന്നത് ശാസ്ത്ര നിയമമാണ്. അതുകൊണ്ട് എല്ലാവിധ ഗുണങ്ങളും ബ്രഹ്മത്തിലുണ്ട്. അതാണ് പൂർണ്ണത. ഭഗവാൻ പൂർണ്ണനാണല്ലോ, പൂർണ്ണത. ഈ പൂർണ്ണതയുടെ അനുഭവം പക്ഷേ ഈ നമ്മളെ ശരീര മനോബുദ്ധികളുടെ ബോധമുള്ളപ്പോൾ സാധിക്കില്ല. കാരണം അവ മുഴുവനും അപൂർണങ്ങളാണ്. അതിലാണ് ഇപ്പം നമ്മുടെ ബുദ്ധിയും മനസ്സ് നിൽക്കുന്നത്. ഇതൊന്ന് വിട്ട് ശരീര മനോബുദ്ധികളിൽ നിന്ന് വിട്ട് മേലോട്ട് എകരാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ പേരാണ്, അപ്പോഴാണ് സമാധി. ആ സമാധിയിൽ മാത്രമേ നിങ്ങൾക്ക് നിർഗുണ ബ്രഹ്മത്തിൻ്റെ എന്താ അതിൻ്റെ അർത്ഥം എന്താണ് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാവുള്ളൂ. കിഴിപ്പെട്ട് വന്നാൽ വീണ്ടും പറയുക. സമാധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം പറയണതൊന്നും ബ്രഹ്മല്ല, പറയാൻ പറ്റാത്തതും അതേ സമയത്ത് ഉള്ളതും അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ പൂർണ്ണതയുടെ അനുഭവം സമാധിയിലും ഉണ്ടാകും. സമാധിയിലാണ് ഗുണരഹിതവും പരിശുദ്ധവുമായ ഞാൻ അനുഭവപ്പെടുന്നത്. ഇനി അവ്യക്തത്തിന് ബ്രഹ്മം, അധ്യാത്മം, കർമ്മം എന്ന 3 വിഭാഗങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ. അവ 3 അവ്യക്തങ്ങളാണ്. ബ്രഹ്മവും അതെ, അധ്യാത്മം അതെ, കർമ്മവും അതെ. കാണുക അവ്യക്തമാണ്. അതുപോലെ തന്നെ വ്യക്തമായ ഈ സൃഷ്ടി, അതിനുള്ള സൃഷ്ടിയിൽ ഇവിടെയും 3 രൂപങ്ങളുണ്ട്. അവ ആണ് 1 അധിഭൂതം, 2 അധിദൈവം, 3 അധിയജ്ഞം. ഈ അധിഭൂതം എന്നുള്ളത് ജഡസൃഷ്ടി. ജഡം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പരിമിതം
സാപേക്ഷം എന്നാണ്. സാപേക്ഷം, അസ്വതന്ത്രം, നിയമത്തിന് വിധേയം. അതെ. പിന്നെ ഉള്ളത് അധിദൈവം എന്നാൽ ജഡത്തെപ്പറ്റി ചിന്തിക്കുന്ന ഏതോ ഒരു ശക്തി. അധിദൈവത്തിൽ സ്വാഭിമാനിയായ ദേവത അല്ലെങ്കിൽ പ്രകൃതി ശക്തി ഉണ്ട്. സാകാരമായ ഭൂതസൃഷ്ടിയാണ് അധിഭൂതം. ഈ പ്രപഞ്ചമൊക്കെ അധിഭൂതമാണ്. അധിദൈവം അഹങ്കാരത്തോടു കൂടിയ ജീവനാണ്. ഒരു ഉദാഹരണം പറയണ, ശരീരം അധിഭൂതമാണ്. അതിനെപ്പറ്റി ഈ ശരീരത്തിന് ഞാൻ മെലിഞ്ഞിറക്കണു, ഞാൻ തടിച്ചിരിക്കണു എന്നൊന്നും പറയാൻ വയ്യ. കാരണം അതിന് ബോധം തന്നെ ഇല്ല. ശരിയില്ല. അപ്പോൾ ആരോ ഒരാൾ എന്തുകൊണ്ടാണ് ഈ ശരീരമല്ലാത്ത ഏതൊരാൾ ഞാൻ ക്ഷണിച്ചിരിക്കണു, എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട് എന്നൊക്കെ പറയാൻ ഒരു അഹങ്കാരം എന്നുള്ള ഒരു ശക്തി അവിടെ ഉണ്ടാവാണ്ട് വയ്യ. ഈ ശരീരത്തെ ഞാൻ മെലിഞ്ഞു ജീവഭാവമാണ്. ആ ജീവഭാവം വെച്ചാൽ എന്താണ്? അഹങ്കാരം. ഞാൻ ശരീരമാണ് എന്ന് തോന്നലുണ്ടല്ലോ, അത് ഈ ശരീരത്തിലുണ്ട്. വെറും ശരീരത്തിന് അധിഭൂതം. അതിൽ തോന്നുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടല്ലോ, അതാണ് ഈ സുഖദുഃഖങ്ങളും മാനാവമാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ അധിദൈവമാണ്. അതിന് പേരാണ് അഹന്ത, അധിദൈവം. ജഡത്തോടൊപ്പം ഇവിടെ ശരീരാഭിമാനത്തിൻ്റെ അംശവും കാണുന്നു. വെറും ശരീരമാണെങ്കിൽ ഈ ശരീരാഭിമാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ മേശയ്ക്ക് ഒരു അഭിമാനമില്ല, ഞാൻ മേശയാണെന്നൊന്നും. കാരണം അതിനറിയില്ല, അവിടെ അധിദൈവമില്ല. മറ്റ് ജന്തുക്കളിൽ ഉറുമ്പ് മുതൽക്ക് ബ്രഹ്മാവ് വരെ എല്ലാറ്റിലും എന്തുണ്ട്? ജീവഭാവമുണ്ട്. അതിനെ ഒന്ന് ഊതിയാൽ മുറുമ്പ് ഓടും, അവൻ മനസ്സിലുണ്ട്. അപ്പോൾ മേശ ഊതിയാൽ മേശയ്ക്കൊന്നും അറിയില്ല, തല്ലിയാലും വിഷയമില്ല. കാരണം ഇവിടെ അധിദൈവം എന്നുള്ളത് ഇതിൽ പ്രകടമല്ല. ഇതിലുണ്ടല്ലോ ആകാം, പക്ഷേ അത് പ്രകടമല്ല. ജീവജാലങ്ങളിലൊക്കെ ഈ അധിദൈവം എന്നുള്ളത് പ്രകടമായിട്ടുണ്ട്. ജീവനാണ്, ശരീരം അധിഭൂതമാണ്. അതിനെപ്പറ്റി ചിന്തിക്കുന്നു. വെറും ഇദ്ദേഹം പറയുന്ന അധ്യായമാണ്, വെറും മൺകൂമ്പാരം മാത്രമായ ശരീരം ഒരിക്കലും ഒന്നും ചിന്തിക്കില്ല. തീർച്ച എല്ലാ ജീവജാലങ്ങളും അധിദൈവം ആണ്. ഈ നിലയിൽ നിന്നും അധിദൈവം ചില പുണ്യവാന്മാർ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നു. എവല്യൂഷൻ എന്ന് പറയുന്നില്ലേ, അതുവരെയാണ് പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ. ആദ്യം വളരെ താഴ്ന്നു നിൽക്കണു ജഡായിട്ട്, പിന്നെ ഒരു അധിദൈവമായി വന്നു, പിന്നെ അത് അധിയജ്ഞാവാൻ പോവാണ്. ഇങ്ങനെ അത് കഴിഞ്ഞാൽ അധിയജ്ഞം പിന്നെയും ഉണ്ടെന്നുണ്ടാവും, ചക്രം പോലെയാണ്. ഇപ്പോൾ ഡാർവിൻ പരിണാമ സിദ്ധാന്തം മാത്രമേ പറഞ്ഞുള്ളൂ. പരിണാമം ഉണ്ടാവണമെങ്കിൽ വീണ്ടും കീഴ്പോട്ട് വന്നിട്ട് പിന്നെയും പരിണാമം ഒരു ചക്രമായിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പറ്റില്ലോ. ഇൻവല്യൂഷൻ ഉള്ളിലേക്ക് വലിയിട്ടും എന്നിട്ട് വിട്ടെ പുറത്തേക്ക് വരാൻ. അപ്പോൾ പുറത്തേക്ക് വരണമെങ്കിൽ ഉള്ളിൽ അവിടെ ഉണ്ടാവണം. അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെങ്കിലേ കൈനറ്റിക് എനർജി ഉള്ളൂ. അത് ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ രണ്ടിനെയും അംഗീകരിക്കുന്നു. മറ്റൊരു അത് അംഗീകരിക്കാത്തതുകൊണ്ടാണ് അത് പൊളിഞ്ഞത്. ഈ ഡാർവിൻ്റെ സിദ്ധാന്തം പൊളിയാൻ കാരണം ഒരു സ്റ്റേജിൽ വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് അതിന് വരില്ല. ഇത് ചക്രം പോലെയാണ്, ഇത് സാധിക്കുന്ന അർത്ഥം. ഈ നിലയിൽ നിന്ന് ചില പുണ്യവാന്മാർ മുന്നോട്ട് പോകുന്നു. അവരെന്ത് ശരീരാഹങ്കാരത്തെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവരാണ് സാധകന്മാർ. സാധാരണ ഇപ്പം നമ്മളൊക്കെ അതിലേക്ക് പഠണമെന്ന് വിചാരിക്കണം. അതിന് സാധകന്മാർ അവർ ജനഹിതത്തിനായി യജ്ഞദാന തപം സർവം ചെയ്യും. അങ്ങനെ വരുമ്പോൾ യജ്ഞവും ദാനവും കർമ്മമൊക്കെ എന്താണ്? അഹങ്കാരം ഇല്ലാണ്ടേ വേണം. മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യല്ലോ, എനിക്കല്ലല്ലോ. അപ്പോൾ അഹങ്കാരം ചുരുങ്ങുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ എന്താ? അവർ മെല്ലെ അവർ സ്റ്റേജ് സ്വന്തം ഒന്നും വേണ്ട, മറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അവർ ആണ് അധിയജ്ഞർ. അപ്പോൾ ആദ്യം അധിഭൂതം, അത് മെല്ലെ വികസിച്ചിട്ട് അധിദൈവം, അഹങ്കാരം. അത് കഴിഞ്ഞാൽ അഹങ്കാരം ഇല്ലാണ്ട് നിരഹങ്കാരം, അവിടെ അധിയജ്ഞം. ഈ ക്രമമാണ്. അതോടെ ബ്രഹ്മചക്രം മുഴുവനായി തീർന്നു. ഇതാണ് പൂർണ്ണത. അപ്പോൾ നമ്മളുടെ ആ പൂർണ്ണത അവിടെ വന്നു. ഇനി എന്തുണ്ട്? വീണ്ടും കീഴ്പോട്ട് വരിക, അനുഭവപ്പെട്ട് വരിക, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിന്? ഈ ലോകം നിലനിൽക്കാൻ വേണ്ടിയിട്ടും. അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മമായാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല. എല്ലാം ജഡായിരിക്കുക, അപ്പോഴും ഒന്നുമില്ല. ഇവിടെ എന്ത് വേണം? രസികത്വം വേണമെങ്കിൽ ബ്രഹ്മം വേണം, അല്ലെങ്കിൽ അധിഭൂതം, അത് അധിദൈവം, അധിയജ്ഞം. അധിയജ്ഞം കഴിഞ്ഞാൽ വീണ്ടും ബ്രഹ്മം. അതിന് അടുത്ത
ഈ കാര്യങ്ങളെ പറ്റിയിട്ടാണ് അടുത്ത അധ്യായത്തിൽ അർജുനൻ ചോദിക്കാൻ പോണത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇത്രയും ഇവിടെ കഴിഞ്ഞ് 7-ാം അധ്യായം. ഇതാണ് പ്രപത്തി എന്ന് പറഞ്ഞാൽ ഈശ്വര ശരണാഗതിയാണ് ഇതിലെ പ്രധാന വിഷയം. അത് സാധിക്കലാണ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ പൂർണ്ണത, അതിനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല, ബോധമാണ് എന്ന പൂർണ്ണജ്ഞാനം ഉണ്ടാവലാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ സഫലത. അത് സാധിക്കലാണ് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ 7-ാം അധ്യായം അവസാനിക്കുന്നത്. ശരി, ഹരി ഓം.